കർത്താവിന് ദാസരായ പ്രിയ ടീം ഷെക്കേന, കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ആശംസിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധരെ ആദരിച്ചും ലോകത്തിന് പരിചയപ്പെടുത്തിയും സഭയുടെ ആഹ്വാനം അനുസരിച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ഹോളിവിൻ ആഘോഷങ്ങളിൽ നിങ്ങൾ സ്വർഗത്തിന്റെ പ്രീതിക്ക് പാത്രമായിരിക്കുന്നു. അതിനാൽ ഈ പ്രാവശ്യം സ്വർഗത്തിൽ വിശുദ്ധരുമായി അഭിമുഖം നടത്താൻ നിങ്ങൾക്ക് അവസരം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ പുറപ്പെടുക. ഈ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായി സ്വർഗ കവാടത്തിൽ വിശുദ്ധ പത്രോസിനെ സമീപിക്കുക. നിങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ തയ്യാറാക്കപ്പെട്ടിരിക്കും. കർത്താവിൽ സ്നേഹപൂർവ്വം മുഖ്യദൂതനായ വിശുദ്ധ ഗബ്രിയേൽ. നമ്മൾ അങ്ങനെ അവസാനം സ്വർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ, ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രിയ പ്രേക്ഷകരെ, ഷെക്കേനയ്ക്ക് ഇന്ന് വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലാണ് ഇന്ന് ഇന്റർവ്യൂ. സ്വർഗ കവാടത്തെങ്കില് സ്വർഗത്തിന്റെ താക്കോലുകളുമായിട്ട് പത്രോസ്ലിഹ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. ഈ ലെറ്റർ ഗബ്രിയേൽ മാലാഖ നമുക്ക് തന്നപ്പം പ്രത്യേകം പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പം ഈ ലെറ്റർ പത്രോസിലേക്ക് കൊടുക്കണമെന്ന്. സ്വർഗത്തിന്റെ താക്കോല് പത്രോസ്ലിഹയുടെ കയ്യിലാണല്ലോ. എങ്കിൽ മാലാഖ പറഞ്ഞതുപോലെ തന്നെ, ഗബ്രിയേൽ മാലാഖ നമുക്ക് ലെറ്റർ തന്നപ്പം പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമുക്ക് ഈ ലെറ്റർ പത്രോസ്ലിഹയ്ക്ക് കൈമാറാം. ഓക്കെ, നമുക്കങ്ങ് പോകാം. ടീം ഷെക്കേനയ്ക്ക് സ്വർഗത്തിലേക്ക് സ്വാഗതം. സ്വർഗം എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധ ത്രിത്വം കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും ചിത്രങ്ങൾ തന്നെയാണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അവസരം ലഭിച്ചിരിക്കുന്നതും അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ്. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് ടൈം മാത്രമാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് തന്നെ ആദ്യം വിശേഷങ്ങൾ ചോദിച്ചറിയാം. വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അറിയേണ്ടത് ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ അങ്ങ് കടന്നുപോയി. അതിനെല്ലാം അങ്ങ് അതിജീവിക്കുകയും സ്വർഗം അങ്ങേ ഏൽപ്പിച്ച ഓരോ ദൗത്യവും അങ്ങ് മനോഹരമായി പൂർത്തീകരിക്കുന്ന വിശുദ്ധ ബൈബിൾ ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ഒരു പ്രതിഫലം ലഭിക്കുന്നതായി ഞങ്ങൾ ബൈബിളിൽ വായിക്കുന്നില്ല. അതിനെങ്ങനെയാണ് അങ്ങ് അതിജീവിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? എനിക്ക് പ്രതിഫലമൊന്നും ലഭിച്ചിട്ടില്ലെന്നോ? എല്ലാവർക്കും അവരുടെ സഹനങ്ങൾക്ക് ശേഷമാണ് പ്രതിഫലം ലഭിക്കുന്നത്. പക്ഷെ എനിക്ക് പ്രതിഫലം ലഭിച്ചതിന് ശേഷമായിരുന്നു സഹനങ്ങൾ. എന്റെ പൊന്നു മോനായി എനിക്ക് ലഭിച്ചത് ദൈവത്തെ തന്നെയല്ലേ? അതിനും വലിയ പ്രതിഫലം വേറെ എന്തു വേണം? പരിശുദ്ധാത്മാവിൽ നിന്ന് മറിയം ഗർഭം ധരിച്ചത് ലോകരക്ഷകനെയാണെന്ന ദേവദൂതന്റെ അറിയിപ്പ് ഏതൊരു സഹനത്തെയും വിശ്വാസത്തോടെ നേരിടാനുള്ള വലിയ ദേവശക്തി എന്നിൽ നിറച്ചു. പിന്നെ എനിക്ക് കട്ട സപ്പോർട്ടായി കൂടെ നിൽക്കാൻ മറിയം എപ്പോഴും ഉണ്ടായല്ലോ. ലോകം മുഴുവനും നിത്യജീവന് അർഹരാകാൻ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സഹനങ്ങൾ കാഴ്ചവെച്ചു. യുഗങ്ങൾ കാത്തിരുന്ന രക്ഷകനെ കയ്യിലെടുത്ത ഓരോ നിമിഷവും എന്നിൽ ഭയവും വിറയിലും ഒപ്പം ആഴമേറിയ വിശ്വാസവും ജനിപ്പിച്ചു. എന്റെ മരണസമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഈശോയുടെയും മറിയത്തിന്റെയും സാന്നിധ്യം അനുഗ്രഹിക്കപ്പെട്ട മരണത്തിന് എന്നെ അർഹനാക്കി. ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി. പിതാവിന്റെ ഭവനത്തിലേക്ക് സമാധാനത്തിൽ ഞാൻ മടങ്ങി. അതുകൊണ്ടാണ് എന്നെ തിരുസഭയിൽ നൽമരണത്തിന്റെ മധ്യസ്ഥനായി വണങ്ങുന്നത്. എന്റെ മകന്റെ സഭയുടെ പാലകനായി സ്വർഗത്തിൽ ഞാൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാ: ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ആനന്ദത്തോടെ ഏറ്റെടുക്കുക. അങ്ങനെ ഈശോയെ ആശ്വസിപ്പിക്കുന്നവരാകുക. ഈശോയെ ലോകത്തിന് നൽകാനായി ബലിയാവുക. സ്വർഗം നീതിമാന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തിന് യോഗ്യരാകുക.
മറിയത്തെ അമ്മയായി സ്നേഹിച്ച് കൂട്ടുപിടിക്കുക. അവൾ ഈശോയിലേക്ക് നിങ്ങളെ എത്തിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. മരണനേരത്ത് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഇവിടേക്ക് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൂട്ടുകൊണ്ടുവരാൻ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, പിതാവിന്റെ ഈ വാക്കുകള് ഞങ്ങൾ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും. അതനുസരിച്ച് ജീവിച്ച് അവസാനം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഷെക്കേനയുടെ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ആഗ്രഹവും. അതെ, അടുത്തതായി പരിശുദ്ധ അമ്മയോടാണ് ചോദിക്കാനുള്ളത്. അമ്മയോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എങ്കിലും അമ്മയുടെ മക്കളായ ഞങ്ങളോട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? മക്കളെ, അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. എൻ്റെ മകൻ ഈശോ പറയുന്ന പോലെ ചെയ്യുവേ. പക്ഷേ അമ്മേ, എന്തുകൊണ്ടാ അമ്മയുടെ മുഖത്ത് ഇത്രയും ഒരു സങ്കടം? അമ്മ സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞിയാണ്, പരിശുദ്ധ ത്രിത്വത്തിന്റെ ആനന്ദ കാരണമാണ് അമ്മ. എന്നിട്ടും അമ്മയുടെ മുഖത്ത് എന്താ ഇത്രയും ദുഃഖം നിഴലിക്കുന്നത്? മക്കളെ, അമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട്. അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മയുടെ ചില മക്കൾ ഈശോ പറയുന്നത് ഒന്നും അനുസരിക്കുന്നില്ല. അന്ന് കാൽവരിയിലെ കുരിശിൽ ഈശോ നിങ്ങളെല്ലാം എനിക്ക് മക്കളായി തന്നപ്പോൾ മുതൽ നിങ്ങളെല്ലാം അവനെ പോലെ തന്നെ എൻ്റെ മക്കളായതാ. പക്ഷേ പിശാച്, നമ്മുടെ ശത്രു, എൻ്റെ മക്കളിൽ കുറേ പേരെ അവൻ്റെ കെണിയിൽ പെടുത്തിയിരിക്കുക. നിങ്ങൾ ഭൂമിയിൽ നിന്നല്ലേ വരുന്നേ? നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ പാവ മക്കൾ ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങൾ? എത്ര പ്രാവശ്യം, എത്ര സ്ഥലങ്ങളിൽ ഞാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ഇതൊക്കെ പിശാചിന്റെ കെണികളാ, ഈശോയ്ക്ക് ഒത്തിരി സങ്കടം വരുത്തുന്ന കാര്യങ്ങളാ എന്നൊക്കെ. രക്തക്കണ്ണീരൊഴുക്കിയും സന്ദേശങ്ങൾ നൽകിയും ഞാൻ ഒരുപാട് മുന്നറിയിപ്പുകളും നൽകി. ഫാത്തിമ, ലാസ്ലേറ്റ്, ലൂർദ്, മെജ്ഗോറിയ, ഇങ്ങനെ എത്ര സ്ഥലങ്ങളിൽ ഞാൻ വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചു, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ മക്കൾ ഇതെല്ലാം കേട്ട് അനുതപിച്ച് നമ്മുടെ കർത്താവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവരാണ് ഈ അന്ത്യകാല നാളുകളിലെ ദൈവരാജ്യത്തിന്റെ കൊയ്ത്തുകാർ. അമ്മയുടെ കൂടെ പിശാചിനെതിരെ യുദ്ധം ചെയ്യുന്ന ഈശോയുടെ സൈന്യം. എൻ്റെ മക്കളെ, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അത് പിശാചിന് നന്നായി അറിയാം. അതുകൊണ്ട് എൻ്റെ മക്കൾ തിരിച്ച് ഭൂമിയിൽ ചെല്ലുമ്പോൾ ഒട്ടും സമയം കളയാതെ ആത്മാക്കളെ ഈശോയ്ക്കായിട്ട് നേടണം. അന്ത്യകാല സൈന്യത്തെ വലുതാക്കി നമുക്ക് സ്വർഗത്തെ നിറയ്ക്കാം. അതാണ് അമ്മയുടെ ആഗ്രഹം. മക്കൾ കൂടില്ലേ അമ്മയുടെ കൂടെ? അത് ഏറ്റവും അമ്മയോട് കൂടെ ഈശോയ്ക്കായി ഞങ്ങളുമുണ്ട്. പ്രോമിസ്. കാര്യം പറഞ്ഞ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും അമ്മ മാതാവിന്റെയും കൂടെ കുറെ കൂടി വിശേഷങ്ങൾ പറഞ്ഞിരിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗം നമ്മളെ ഇനി ഏത് വിശുദ്ധന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് യോഹന്നാൻ അപ്പസ്തോലൻ, ഈശോയുടെ വക്ഷസ്സിൽ ചാരിക്കിടന്ന് അവിടുത്തെ ഹൃദയമിടിപ്പുകൾ ഒപ്പിയെടുത്ത അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ. ഒരു രക്തസാക്ഷിയായിട്ടല്ല മരിച്ചതെങ്കിലും തിളയ്ക്കുന്ന എണ്ണയിൽ കിടന്നു പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടും ഒരുപാട് രക്തസാക്ഷിത്വ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വിശ്വാസത്തിന്റെ ഒരു ധീര യോദ്ധാവ്. അതെ, വിശുദ്ധ യോഹന്നാനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് വെളിപാടിന്റെ പുസ്തകമാണ്. അതെ, ആ ഗ്രന്ഥം അങ്ങേക്ക് എഴുതാനുണ്ടായ സാഹചര്യവും ഒപ്പം തന്നെ ഈശോയിൽ നിന്ന് ആ വെളിപാട് കിട്ടിയപ്പോൾ ആ ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും. അന്ന് ഡോമീഷ്യൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തിന്റെ അധീപനായിരുന്ന കാലത്ത് അതിരൂക്ഷമായ ഒരു മതമർദ്ദനമുണ്ടായി. തന്നെ ആരാധിക്കണമെന്ന ചക്രവർത്തിയുടെ കൽപ്പന നിരസിച്ച ക്രൈസ്തവരുടെ നേതാവെന്ന നിലയിൽ എന്നെ പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയുണ്ടായി. അവിടെ വെച്ച് കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ എനിക്ക് വെളിപാട് ദർശനങ്ങൾ ആരംഭിച്ചു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ മനുഷ്യപുത്രനെ 7 ദീപപീഠങ്ങളുടെ മധ്യേ ഞാൻ കണ്ടു. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവ അവൻ എനിക്ക് വെളിപ്പെടുത്തി. കർത്താവിനും അവിടുത്തെ അനുഗമിക്കുന്നവർക്കുമെതിരെ ലോകാവസാനം വരെ തിന്മ ഭീകര രൂപം പൂണ്ട് പോരാടുന്ന ദർശനങ്ങൾ ഞാൻ കണ്ടു. അവസാന വിജയം ക്രിസ്തുവിൻ്റെതായിരിക്കും.
സ്വർഗവും അതിലുള്ളവയും ഞാൻ കണ്ടു. ലോകത്തിൽ ഉണ്ടാകാനിരുന്ന സംഭവങ്ങളുടെ പ്രതീകമായി 7 മുദ്രകൾ തുറക്കപ്പെടുന്നതും 7 കാഹളങ്ങൾ മുഴക്കപ്പെടുന്നതും ഞാൻ കണ്ടു. ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ സ്വർഗത്തിലെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. അവർക്കെല്ലാം ധവളവസ്ത്രം നൽകപ്പെട്ടു. കുഞ്ഞാടന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ച അവർക്ക് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അഭയം നൽകും. കുഞ്ഞാട് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലെയുള്ള ഹല്ലേലൂയ സ്വരം ഞാൻ കേട്ടു. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന്റെ ഒരുക്കങ്ങളും ഞാൻ കണ്ടു. സാത്താനും അവന്റെ കൂട്ടാളികളും ജീവന്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്തവരും അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഭയാനക ദർശനം ഞാൻ കണ്ടു. ശേഷം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണപ്പെട്ടു. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഒരുക്കപ്പെട്ടു. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. ക്രിസ്തുവിന്റെ പ്രത്യാഗമന ദർശനവും ഞാൻ കണ്ടു. ഇതാ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാൻ അവിടുന്ന് വരുന്നു. വാവ്, ഒത്തിരി നന്ദി യോഹന്നാൻ സ്ലീഹായെ. ഈശോയുടെ 2ാം വരവിനായിട്ട് ലോകത്തെ ഒരുക്കേണ്ടതിന്റെ അതിന്റെ ഒരു ഏർജൻസി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന്. തീർച്ചയായും ഞങ്ങൾ ഭൂമിയിൽ ചെല്ലുമ്പോൾ ഈശോയുടെ 2ാം വരവിനായി ലോകത്തെ ഒരുക്കാൻ ഞങ്ങളും പങ്കുകാരാകും. അടുത്തതായി നമുക്ക് സ്വർഗം എങ്ങോട്ടാണ് നമ്മൾ നയിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പോകാം. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയാവുന്ന ഒരു വിശുദ്ധനാണ്. വെറും 14ാമത്തെ വയസ്സിൽ അസാമാന്യ ധൈര്യത്തോടെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ മരണം വരിച്ച കുഞ്ഞു വിശുദ്ധൻ, വിശുദ്ധ ജോസ് സാഞ്ചസ് ദെൽ റിയോ. വിശുദ്ധ ജോസ് സാഞ്ചസ് എന്ന് കേൾക്കുമ്പോൾ ക്രിസ്തീയ കുഞ്ഞുങ്ങളുടെ ഇടയിലും യുവതിവാക്കളുടെ ഇടയിലും വളരെ പ്രചാരത്തിലുള്ള ഒരു വാക്യമുണ്ട്, വിവാ ക്രിസ്റ്റോറെ, അല്ലെങ്കിൽ ക്രിസ്തു രാജാവ് നീണാൽ വാഴട്ടെ. വിശുദ്ധ ജോസ് സാഞ്ചസ്, അങ്ങയുടെ ജീവിതവും വിവാ ക്രിസ്റ്റോറയുമായിട്ടുള്ളൊരു ബന്ധം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഈശോ രാജാവാണെന്ന് എല്ലാവരോടും പറയുന്നത് എനിക്ക് ഹരമായിരുന്നു. ഈശോ രാജാവ് വഴിയുള്ള രാജ്യത്തേക്ക് പോകാൻ എനിക്ക് കൊതിയായിരുന്നു. ഈശോ രാജാവും ഞാൻ ആ രാജാവിക്ക് വേണ്ടി മരിക്കാൻ റെഡിയാത്തൊരു സോച്ചറും. അതായിരുന്നു എന്റെ സ്വപ്നത്തിൽ എപ്പോഴും ഒരു ചിത്രം. മെക്സിക്കോയിൽ കത്തോലിക്ക സഭയുടെ നേരെ ഭരണതലത്തിൽ ഒത്തിരി പീഡനങ്ങൾ നടക്കുന്ന സമയമാണ് അത്. വൈദികനെ പിന്തുടർന്ന് വേട്ടയാടുകയും പരിശുദ്ധ കുർബാനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സമയം. ഇതിനെതിരെ ക്രൈസ്തവർ നടത്തിയ യുദ്ധമായിരുന്നു ക്രിസ്തേരോ യുദ്ധം. ക്രിസ്തേരോ യുദ്ധത്തിൽ സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാണ്ടിരിക്കാൻ ഈശോയുടെ പടയാളി എന്ന നിലയിൽ എനിക്ക് പറ്റില്ലായിരുന്നു. പ്രായം കുറവ് കൊണ്ട് എന്നെ സൈന്യത്തിൽ ചേർക്കാൻ ആരും തയ്യാറായില്ല. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ജീവൻ നൽകാനും അങ്ങനെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം തരണമെന്ന എന്റെ അപേക്ഷ ഓട്ടുവിൽ അവർ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ സൈന്യത്തിന്റെ ഫ്ലാഗ് ഹോൾഡറായി. ഗാഡലൂപ്പ മാതാവിന്റെ ചിത്രമുള്ള പതാകയും കുരിശും പിടിച്ച് വിവാ ക്രിസ്തോടെ മുദ്രാവാക്യങ്ങൾ മുറുക്കി ഞാൻ യുദ്ധത്തിനിറങ്ങി. പക്ഷേ ശത്രുക്കൾ എന്നെ പിടികൂടി ജയിലിലടിച്ചു. ഒറ്റ കാര്യമേ അവർ എന്റെ മുമ്പിൽ വെച്ചല്ലോ, ക്രിസ്തുവിനെ നിഷേധിക്കുക. എന്നാ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനത് ഒരിക്കലും പറയില്ല. ഞാൻ ഒരിക്കലും എന്റെ ക്രിസ്തു രാജനെ തള്ളി പറയില്ല. എന്റെ മുമ്പിൽ വെച്ച്
കൂടിയുള്ളവരെ അവൾ കൊലപ്പെടുത്തി. ഇനി നമ്മൾക്ക് സ്വർഗത്തെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ധൈര്യപ്പെടുത്തി. ജയിലിൽ വെച്ച് എന്നും ചെവവാല ജോലി പ്രാർത്ഥിച്ചു. എന്റെ സഹനമോട്ട് സങ്കടപ്പെട്ട എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും സ്വർഗം നേടാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടാൻ അനുവദിക്കല്ലേ. ഒടുവിൽ ഭരണകൂടം എന്റെ ഉള്ളംകാലിൽ കത്തിക്കൊണ്ട് വരഞ്ഞ് മുറിവുകളുണ്ടാക്കി. അപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു, വിവാ ക്രിസ്തോടെ. ശേഷം സെമിത്തേരിക്ക് കൊണ്ടുപോയി ചെറുമാല കയ്യിൽ പിടിച്ച് നഗ്നപാതനായി ക്രിസ്തു രാശൻ നീനാൽ വാഴത്തെ ഇനി ഒടക്കെ വിളിച്ച് തോക്കിന് മുമ്പിലൂടെ നടന്ന ഞാൻ മുറിവുകളിൽ നിന്നും ഒഴുകിയറിഞ്ഞ എന്റെ രക്തം കൊണ്ട് സെമിത്തേരിന്റെ മണ്ണിൽ കുരിശുരൂപം വരച്ചു. വിവാ ക്രിസ്തോടെ എന്ന് വീണ്ടും ഒടുവത്തെ കൊണ്ടുവന്ന എന്നെ വെടിവെച്ചു കൊന്നു. ലോക സന്തോഷത്തിന് വേണ്ടി ദൈവത്തെ മറക്കുന്നതോട് ഞാൻ പറയാത്ത ലോകത്തിൽ കാണുന്നതെല്ലാം വേഗം കടന്നു പോകും. അത് കഴിഞ്ഞുള്ള നിത്യമായ ജീവിതം യേശു രാജാവിന്റെ കൂടെ ആകുക എന്നതാ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. വിവാ ക്രിസ്തോടെ. ചുരുക്കത്തില് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് വേണ്ടി സ്വയം എരിഞ്ഞു തീർന്ന ഒരു മഹാവിശുദ്ധന്റെ ഒപ്പമാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. തീർച്ചയായും മറ്റുള്ള കുട്ടികള് കുസൃതികൾ കാട്ടി ഓടിച്ചാടി നടക്കുന്ന പ്രായത്തില് ഒരു ഉത്തമ ക്രൈസ്തവ പടയാളി എങ്ങനെയായിരിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ഒരു വിശുദ്ധൻ. മറക്കാതിരിക്കാം ഈ മാതൃകാ ജീവിതങ്ങളെ. സഭയുടെ സന്യസ്ത വേദപരംഗതരായിട്ടുള്ള 3 വിശുദ്ധർക്കൊപ്പമുള്ള ഒരു അപൂർവ കൂടിക്കാഴ്ചയ്ക്കാണ് നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ, ജർമ്മൻ മിസ്റ്റിക്കായ വിശുദ്ധ ഹിൽഡെഗാർഡ്. നിലവിൽ സഭയിലെ വേദപാരംഗതരായ വനിതകളിൽ അവസാനമായി ആ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വലിയ വിശുദ്ധയാണ് വിശുദ്ധ ഹിൽഡെഗാർഡ്. അതെ, 2012 ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് പാപ്പയാണ് ആ ശുശ്രൂഷകൾക്ക്, ആ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയതും. നമ്മൾ ശരിക്കും പറഞ്ഞ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ബെനഡിക്റ്റ് പാപ്പയുടെ പല ലേഖനങ്ങളും വിശുദ്ധ ഹിൽഡെഗാർഡിലൂടെ സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രവചന സന്ദേശങ്ങളും ഒരുപാട് സാമ്യം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് സഭ ചെറുതാകുമെന്ന ബെനഡിക്റ്റ് പാപ്പയുടെ വാക്കുകൾ ഹിൽഡെഗാർഡിന്റെ പ്രവചനങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഹിൽഡെഗാർഡിനോട് തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കാം. വിശുദ്ധ ഹിൽഡെഗാർഡ്, ഈ അന്ത്യകാല നാളുകളില് സഭ നേരിടാനിരിക്കുന്ന വിശ്വാസ പ്രതിസന്ധികളെ കുറിച്ചുള്ള ആ പ്രവചന ദർശന സന്ദേശങ്ങള് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാമോ? അന്ത്യകാല പ്രവചനങ്ങളെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് തന്റെ മണവാട്ടിയായ സഭയെ പറ്റി അന്ന് എനിക്ക് വെളിപ്പെടുത്തിയവ തന്നെയാണ് ഇന്ന് നിങ്ങൾ ഭൂമിയിൽ കാണുന്നത്. ലോക നിയമങ്ങളുമായി പൊരുത്തപ്പെടാനായി ബൈബിൾ നിയമങ്ങളെ തിരുത്തി എഴുതുവാൻ കൂട്ടുനിൽക്കുന്ന സഭയ്ക്കുള്ളിൽ തന്നെ ഉടലെടുക്കുന്ന പ്രവണതകളെപ്പറ്റി എന്നോട് പറയപ്പെട്ടിരുന്നു. എൻ്റെ മാതൃസഭയായ ജർമ്മൻ സഭയിലുൾപ്പെടെ ഇന്നിത് നിറവേറിയിരിക്കുന്നു. ഹാ, എത്ര വേദനാജനകം! പരിശുദ്ധമായ അൾത്താരയ്ക്കു മുൻപിൽ സ്വവർഗ ബന്ധങ്ങളിലുള്ളവരെ ആശീർവദിക്കുന്ന രംഗങ്ങൾ, പാപത്തെ നിയമമാക്കുന്ന പ്രവണതകൾ എങ്ങും പരക്കുമെന്ന പ്രവചനം പോലെ സുവിശേഷ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന നിയമങ്ങൾ എങ്ങും പ്രാബല്യത്തിലായിരിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും നിസ്സംഗത പടരും. സഭയിൽ വലിയ ആശയക്കുഴപ്പത്തിൻ്റെയും ബലഹീനതയുടെയും ഭൗതികതയുടെയും കാലം വരും. തിന്മയെ നന്മയെന്ന് വിളിക്കുന്നതായ ഒരു കാലഘട്ടം എനിക്ക് സ്വർഗം കാണിച്ചു തന്നിരുന്നു. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നവ തന്നെ. എന്നാൽ സഭ തകർക്കപ്പെടുകയില്ല. യഥാർത്ഥ സഭയിൽ നിന്ന് അനേകർ കൊഴിയുമെങ്കിലും പ്രതിസന്ധികൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഒടുവിൽ ഒളിമങ്ങാത്ത സഭ ശോഭയോടെ ശേഷിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഹിൽഡെഗാർഡിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ പ്രവചന ദൂതുകൾ നമുക്കും ഏറ്റെടുക്കാം. അടുത്തതായി വിശുദ്ധയായ അമ്മ ത്രേസ്യയാണ്. അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ മക്കളായ
ഷെക്കേന പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പിശാചിന്റെ കെണികളെ പറ്റിയും ഭൂമിയിൽ ഞാൻ നേരിട്ട അവന്റെ പരീക്ഷണങ്ങളെ പറ്റിയുമാണ്. പിശാചുക്കളുടെ ഉപദ്രവം മൂലം നിരന്തരമായി ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അവൻ പലവിധങ്ങളിൽ എനിക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. വളരെ മ്ലേച്ഛകരമായിരുന്നു ആ രൂപം. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ ജ്വാല പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി. ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്ന വൈദികന്റെ തൊണ്ടയിൽ കൊമ്പുകൾ വെച്ചിരിക്കുന്ന 2 പിശാചുക്കളെ ഞാൻ കണ്ടു. ഒരിക്കൽ 5 മണിക്കൂറോളം നീണ്ടുനിന്ന പൈശാചിക പീഡ എനിക്കുണ്ടായി. ആ മണിക്കൂറുകളെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് പോലും ഞാൻ ഭയന്നു നിൽക്കാനേ എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന സഹസന്യാസിനിമാർക്ക് സാധിച്ചുള്ളൂ. ഈ സമയമെല്ലാം ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ചും വിശുദ്ധജലം തളിച്ചുമാണ് ഞാൻ സാത്താന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചു നിന്നത്. പലവട്ടം നരകത്തിന്റെ ഭീകരമായ ദർശനങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. നരകത്തിൽ ആത്മാക്കൾ അനുഭവിക്കുന്ന കൊടും യാതനകൾ കണ്ടപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ വേദനകൾ പോലും സഹനീയമാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ കഷ്ടതകളോടും എതിർപ്പുകളോടുമുള്ള ഭയം തന്നെ എനിക്കില്ലാതായി. എനിക്ക് പറയാനുള്ളത് ഇതാണ്: ദൈവം കൂടെയുള്ളപ്പോൾ തിന്മയുടെ ശക്തികൾക്ക് നമ്മെ ഒന്നും ചെയ്യാനാവില്ല. നരകം തന്നെയും ഇളകി നമ്മുടെ നേരെ വരുന്നെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. യാതൊന്നും നിങ്ങളെ ചഞ്ചലചിത്തരാക്കാതിരിക്കട്ടെ. എല്ലാം കടന്നുപോകും. മാറ്റമില്ലാത്തവനായി ദൈവം മാത്രമേയുള്ളൂ. ദൈവത്തെ സ്വന്തമാക്കുന്നവർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ദൈവം മാത്രമാണ് ആദ്യവും അവസാനവും. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഈ ഒരു ആത്മീയ ധീരത നമുക്കും ഏറ്റെടുക്കാം. അടുത്തതായി നമുക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വിശേഷങ്ങൾ ചോദിക്കാം. നമുക്കറിയാം, ആഗോള മിഷന്റെ മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഈശോയുടെ കയ്യിലെ ഒരു കുഞ്ഞു കളിപ്പന്തെന്ന് സ്വയം വിശേഷിപ്പിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഏറെ ആഗ്രഹിച്ച് കാത്തിരുന്ന എൻ്റെ മരണദിനങ്ങളിലെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. 24-ാം വയസ്സിൽ മരണക്കിടക്കയിൽ എൻ്റെ പ്രാണപ്രിയനിൽ എന്നേക്കുമായി ലയിച്ചു ചേരാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ഞാൻ ദിനങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. 1897 ജൂലൈ 17 ഞാൻ പറഞ്ഞു, ഭൂമിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചെറിയ സംഭാവനകൾ നൽകാൻ സാധിക്കയില്ലെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് ഒരു സുഖവും ഉണ്ടാകില്ല. ഞാൻ തിരിച്ചു വരും. എൻ്റെ ദൗത്യം ആരംഭിക്കാൻ പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. നല്ല ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നതുപോലെ എല്ലാവരെയും കൊണ്ട് സ്നേഹിപ്പിക്കുന്നതിനും എൻ്റെ കൊച്ചുവഴി ആത്മാക്കളെ പഠിപ്പിക്കുന്നതിനുമുള്ള ദൗത്യം. നല്ല ദൈവം എൻ്റെ ആഗ്രഹങ്ങൾ അനുവദിക്കുന്ന പക്ഷം എൻ്റെ സ്വർഗജീവിതം ഞാൻ ലോകാവസാനം വരെയും ഭൂമിയിൽ ചെലവഴിക്കും. എൻ്റെ സ്വർഗജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനു വേണ്ടി വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരണത്തോടടുത്ത ദിനങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് കുരിശിന്മേൽ മഹാവ്യസനത്തോടെയാണല്ലോ മരിച്ചത്. എന്നാൽ അവിടുത്തേത് സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ മരണമായിരുന്നു. എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണെന്ന് തോന്നുന്നു. സെപ്റ്റംബർ 30 ഞാൻ പറഞ്ഞു, എൻ്റെ നല്ല ദൈവമേ, അവിടുന്ന് എത്രയോ നല്ലവനാണ്. പാവപ്പെട്ട അങ്ങയുടെ കുഞ്ഞുമോളുടെ മേൽ ദയയുണ്ടാകണമേ. പിറ്റേന്ന് ഒക്ടോബർ 1 ഞാൻ മുറിയിലെ പുഞ്ചിരി മാതാവിൽ ദൃഷ്ടിയുറപ്പിച്ചു. കൈകളിൽ ക്രൂശിത രൂപം മുറുകെ പിടിച്ചിരുന്നു. ആ ക്രൂശിത രൂപത്തെ നോക്കി ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഉടനെ എന്നിലൊരു സ്വർഗീയ ഉന്മേഷത്തിന്റെ പ്രസരിപ്പ് നിറഞ്ഞു. ഹർഷപാരവശ്യത്തിന്റെ പ്രതീതി. അനന്തരം ഞാൻ കണ്ണടച്ചു മരിച്ചു. ചിരിച്ചുകൊണ്ടാണ് ഞാൻ മരിച്ചത്. അന്നെടുത്ത ഫോട്ടോയിൽ അത് പ്രകടമാണ്. ഞാൻ എൻ്റെ വിസ്മയകരമായ മരണാനന്തര ജീവിതം ആരംഭിക്കുകയായിരുന്നു. അതെ, ഇന്നും ഞാൻ എൻ്റെ മിഷനറി ദൗത്യം തുടരുകയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സന്ദേശങ്ങളാണ് സഭയിലെ ഈ 3 സന്യസ്ത വേദപാരംഗതർ പകർന്നു നൽകിയത്. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അതെ, തീർച്ചയായിട്ടും. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് വിശുദ്ധിയുടെ വിശുദ്ധരായ മാതാപിതാക്കളെ കുറിച്ചാണ്. അടുത്തതായി നമുക്ക് അവരുടെ അടുത്തേക്ക് പോയാലോ? പോകാം. നമുക്ക് നമ്മുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയും നമ്മുടെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ഒരേ ഫ്രെയിമിൽ ഈ വിശുദ്ധ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താലോ?
അപ്പനും അമ്മയും മകളും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധ കുടുംബത്തോടൊപ്പമാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. വിശുദ്ധ ദമ്പതികൾ എന്നറിയപ്പെടുന്ന വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിഗുരിനും അവരുടെ ഏറ്റവും ഇളയ മകളായ വിശുദ്ധ കൊച്ചു ത്രേസ്യയും ദൈവം തങ്ങൾക്ക് നൽകിയ 5 പെൺമക്കളെയും കർത്താവിന്റെ മണവാട്ടിമാരാക്കാൻ വിട്ടു നൽകിയ അനുഗ്രഹീത ദമ്പതിമാരായിരുന്നു വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിഗുരിനും. തീർച്ചയായും ഈ കുടുംബം വലിയൊരു അത്ഭുത കുടുംബമാണ്. കാരണം ദൈവം ഇവർക്ക് ദാനമായി നൽകിയ 5 പെൺമക്കളെയും സന്യസ്തരാകാൻ വിട്ടുകൊടുത്ത ആ വലിയൊരു സമർപ്പണം, അതിനെക്കുറിച്ച് ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? കർത്താവിനെ 1-ാം സ്ഥാനം നൽകിയ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. കുടുംബത്തിൽ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അന്തരീക്ഷം തളം കെട്ടി നിന്നിരുന്നു. കർത്താവിൻ്റെ കൂടെയുള്ള സന്തോഷങ്ങളും വാത്സല്യ പ്രകടനങ്ങളും ചുംബനങ്ങളും ആലിംഗനങ്ങളും ഡാൻസുകളുമൊക്കെയായി കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. എൻ്റെ കൊച്ചുറാണി, നിങ്ങളുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ, എന്നെ അവളുടെ രാജാവെന്നാണ് വിളിച്ചിരുന്നത്. ഞാനും അവളുടെ അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ ഞങ്ങളെ ശ്രദ്ധിക്കുമായിരുന്നു. പ്രാർത്ഥനയിൽ ഞാൻ ലയിച്ചിരിക്കുന്നതിനെ പറ്റിയും എൻ്റെ കണ്ണുകൾ നിറയുന്നതിനെ പറ്റിയും അവൾ എന്നോട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. ഈ ലോക ജീവിതത്തിനേക്കാൾ പ്രാധാന്യവും ആനന്ദവും ദൈവത്തോടൊത്തുള്ള നിത്യജീവിതത്തിന് ഉണ്ടെന്ന് ഞാൻ എന്നും 5 പെൺമക്കൾക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ലിസി മഠത്തിലെ ചാപ്പലിലിരിക്കുമ്പോൾ ഇരുമ്പഴികൾക്കപ്പുറം അതാ അവിടെ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന കന്യാസ്ത്രീകളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് സന്യസ്ത ദൈവവിളിയുടെ ശ്രേഷ്ഠത പറഞ്ഞു കൊടുത്തിരുന്നു. പെൺമക്കൾ ഓരോരുത്തരായി സന്യാസം ജീവിതാന്തസ്സായി സ്വീകരിച്ചപ്പോൾ മാനുഷികമായ വേദന ഉണ്ടായെങ്കിലും അഭിമാനത്തോടെ ഞാൻ അവരെ യാത്രയാക്കി. എൻ്റെ രാജകുമാരി കൊച്ചു ത്രേസ്യയും എന്നിൽ നിന്ന് മഠത്തിലേക്ക് പറിച്ചു നട്ടപ്പെട്ടതോടെ ഞാനും എൻ്റെ കർത്താവും മാത്രമായുള്ള നിമിഷങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു. അന്ന് അവസാനമായി കർമ്മല മഠത്തിൽ മക്കളെ കാണാൻ എത്തിയപ്പോൾ വിടച്ചൊല്ലാൻ നേരം മക്കൾ സ്തുതി ചൊല്ലിയപ്പോൾ നിറക്കണ്ണുകളോടെ നിശബ്ദനായി അല്പസമയം ഇരുന്നിട്ട് കണ്ണുകൾ മേൽപോട്ടുയർത്തി കൈവിരൽ ചൂണ്ടി ഞാൻ പറഞ്ഞു, ഇനി സ്വർഗത്തിൽ. ശേഷം ശാന്തസുന്ദരമായ മരണത്തിലൂടെ ഞാൻ നിത്യതയുടെ തീരത്തേക്ക് നീങ്ങി. ശരിക്കും ഒത്തിരിയേറെ ഹൃദയസ്പർശിയായ വാക്കുകളായിരുന്നു വിശുദ്ധ ലൂയി മാർട്ടിൻ ഇപ്പൊ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. അതെ, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, സ്വർഗത്തിന്റെ സമ്മാനമാണെന്നുള്ള വലിയ തിരിച്ചറിവോടെ ദൈവം തങ്ങൾക്ക് നൽകിയ 5 മക്കളെയും സ്വർഗോന്മുഖരായി വളർത്തുന്നതിൽ വിജയിച്ച ഒരു വിശുദ്ധ പിതാവ്. ഇനി നമുക്ക് വിശുദ്ധ സെലിഗുരിനോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. വിശുദ്ധ സെലിഗുരിൻ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ചെറുപ്പത്തിൽ തന്നെ ഇഹലോകവാസം വെടിഞ്ഞ ഒരു വിശുദ്ധയാണ്. എങ്കിലും തൻ്റെ മക്കളെ ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്താൻ ഒത്തിരിയേറെ പരിശ്രമിച്ച് വിജയിച്ച ഒരു അമ്മ കൂടിയാണ്. എങ്ങനെയാണ് ഈ ശക്തി കിട്ടിയത്? ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, നല്ല ദൈവമേ, ഈ കുഞ്ഞെ നിനക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ആത്മാവായി തീരാൻ വേണ്ട കൃപ നൽകണമേ. ഈ ലോകത്തിൻ്റെതൊന്നും ഈ കുഞ്ഞിന്റെ ആത്മാവിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്താൻ ഇടയാക്കരുതേ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഈ കുഞ്ഞിനെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. കൊച്ചു ത്രേസ്യ ഒരു കുസൃതി കുട്ടിയായിരുന്നു. അവൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ മരിച്ചെങ്കിലെന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. അമ്മ എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ പോകണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. നിസ്സാര കാര്യങ്ങളിൽ പോലും കർത്താവിൻ്റെ ഇഷ്ടം നോക്കണമെന്നും ചെറിയ കാര്യങ്ങളിൽ പോലും അവിടുത്തെ വേദനിപ്പിക്കരുതെന്നും ഞങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ കുറച്ചുനാൾ മാത്രമേ എനിക്കതിന് സാധിച്ചുള്ളൂ. കൊച്ചു ത്രേസ്യയ്ക്ക് 4.5 വയസ്സുള്ളപ്പോൾ ഞാൻ അവൾ ആഗ്രഹിച്ചതുപോലെ സ്വർഗത്തിലേക്ക് യാത്രയായി. ഉറപ്പായിട്ടും ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുന്നതിൽ ഈ വിശുദ്ധ ദമ്പതികൾ ഇന്നത്തെ കാലഘട്ടത്തിന് ഒരു മാതൃകയും ഒരു തരത്തിൽ പറഞ്ഞ നല്ലൊരു വെല്ലുവിളിയുമാണ്. തീർച്ചയായും ഈ മാതാപിതാക്കൾ ഇവരുടെ 5 മക്കളെയും വിശുദ്ധിയിലേക്ക് ആനയിച്ച് വിജയ കിരീടം അണിഞ്ഞവരാണ്. വിശുദ്ധ ലൂയി മാർട്ടിൻ, വിശുദ്ധ സെലിഗുരിൻ, നിങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ കുടുംബങ്ങൾ അവർ ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വരികയും അത് തിരിച്ചറിയുകയും
അങ്ങനെ സ്വർഗീയ സമാധാനം അനുഭവിക്കുന്ന കുടുംബങ്ങളുമായി തീരുവാൻ ഇടയാകട്ടെ. ആദ്യ കുർബാന സ്വീകരിക്കുന്നവരുടെ മധ്യസ്ഥയായ വാഴ്ത്തപ്പെട്ട ഇമൽഡ ലംബർട്ടിനിക്കൊപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. 11-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് തന്നെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ആ സംഭവം ഞങ്ങളുമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് എന്നെ മാതാപിതാക്കൾ പള്ളിക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ദിവ്യകാരുണ്യ ഈശോയെ അനുഭവിക്കുക എന്നത് ചെറുപ്പത്തിലേ എന്റെ സ്വപ്നമായിരുന്നു. പറയൂ, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആർക്കെങ്കിലും മരിക്കാതിരിക്കാൻ പറ്റോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. 1333 ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ തലേന്ന് മെയ് 12 എനിക്ക് വയസ്സ് 11 പരിശുദ്ധ കുർബാനയിൽ ഞാൻ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എന്റെ മുകളിലായി ഒരു ദിവ്യ വെളിച്ചത്തിൽ ഒരു തിരുവോസ്തി വലിയ ശോഭയോടെ വന്നു നിന്നു. എല്ലാം കണ്ടുനിന്ന അച്ഛൻ ഒട്ടും താമസിയാതെ ഒരു പീലാസ് എടുത്ത് വന്നു. തിരുവോസ്തി താഴ്ന്ന് അതിൽ വന്ന് ഇരുന്നു. അച്ഛൻ ആ തിരുവോസ്തി വേഗം എനിക്ക് നൽകി. ഭക്തി പാരവശത്തിൽ അതിയായ ആനന്ദത്തിൽ മുട്ടുകുത്തി കണ്ണടച്ചു നിന്ന ഞാൻ പ്രാർത്ഥനയിൽ ലയിച്ചു. ഒത്തിരി നാളത്തെ ആഗ്രഹത്തിന് ശേഷം എന്റെ ഈശോയുമായി തിരുവോസ്തിയിൽ ഒന്നായ ഞാൻ ശരീരത്തിലും ആത്മാവിലും നിത്യമായി അവനിൽ ചേർന്നത് ആരും അറിഞ്ഞില്ല. ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ തന്നെ ഈശോ എന്നെ തന്റെ സ്വർഗീയ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി. കുറെ നേരം കഴിഞ്ഞു വന്ന സിസ്റ്റേഴ്സ് അറിഞ്ഞു. സ്വർഗീയമായ പുഞ്ചിരിയോടെ കണ്ണടച്ച് കൈകൂപ്പി മുട്ടുകുത്തിയിരുന്ന ഞാൻ മരിച്ചു കഴിഞ്ഞൂന്ന്. പറയൂ, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആർക്കെങ്കിലും മരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന എന്റെ വാക്കുകൾ അങ്ങനെ അക്ഷരപ്രതി സത്യമായി. 14-ാം നൂറ്റാണ്ടിൽ മരിച്ച വാഴ്ത്തപ്പെട്ട ഇമൽഡ ലംബർട്ടിനിയുടെ അഴുകാത്ത ശരീരം ബൊളോഗ്നയിലെ സാൻ സിജിസ്മോന്തോ ദേവാലയത്തിൽ ഇന്നും വണക്കത്തിലുണ്ട്. ഒരു വിശുദ്ധ അല്ലെങ്കിൽ ഒരു വിശുദ്ധനാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. എങ്കിൽ പിന്നെ വാഴ്ത്തപ്പെട്ട ഇമൽഡയുടെ ജീവിതത്തിലൂടെ അതിനുള്ള സൂത്രവാക്യമായിട്ട് സ്വർഗം നമുക്ക് എന്താ പറഞ്ഞു തരുന്നേ? ഒരു ചെറിയ കാര്യം, എന്നാൽ വലിയൊരു കാര്യം. ഈശോയെ സ്നേഹിക്കുക. സ്നേഹിച്ച് ഈശോയിൽ ഒന്നായി തീരുക. അതാണ് വാഴ്ത്തപ്പെട്ട ഇമൽഡ നമ്മളോട് പറയുന്നത്. ഇതാണ് വിശുദ്ധ ഡിസ്മസ്. പേരുകൊണ്ട് സുപരിചിതനല്ലെങ്കിലും നമ്മളെല്ലാവരും അറിയുന്നത് നല്ല കള്ളൻ എന്ന വിശേഷണത്തിലാണെന്ന് മാത്രം. അതെ അതെ, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും എന്ന ഈശോയുടെ വാക്കുകൾ പ്രകാരം ആദ്യത്തെ പ്രഖ്യാപിത വിശുദ്ധൻ, അതും ഈശോ തന്നെ നേരിട്ട് വിശുദ്ധനായി പ്രഖ്യാപിച്ചു എന്ന പ്രത്യേകത കൂടി വിശുദ്ധ ഡിസ്മാസിനുണ്ട്. വിശുദ്ധ ഡിസ്മാസ് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലുണ്ടായ ആ ഒരു മാനസാന്തര അനുഭവം അതെങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ പാപത്തിന്റെ ആധിക്യത്താൽ ഹൃദയം കഠിനമാക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് അർഹിക്കുന്ന ശിക്ഷയായിരുന്നു എനിക്ക് വിധിക്കപ്പെട്ടത്. മരണത്തോടെ എല്ലാം അവസാനിക്കും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. കുരിശിൽ കിടന്ന ആ സമയങ്ങളിൽ ഹൃദയ കാഠിന്യത്തിൻ്റെയും ക്രൂരതയുടെയും സ്ഥായി ഭാവങ്ങൾ മെല്ലെ മാറിമറഞ്ഞു. ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒരു കണ്ണാടിയിലെന്ന പോലെ എൻ്റെ മുന്നിൽ തെളിഞ്ഞു. അവയുടെ അർത്ഥശൂന്യത വല്ലാതെ മനസ്സിനെ അലട്ടി. എവിടെ നിന്നെങ്കിലും അല്പം ആശ്വാസത്തിനായി എൻ്റെ കണ്ണുകൾ ചുറ്റിലേക്കും തിരിഞ്ഞു. എന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിൽ എൻ്റെ മിഴികൾ പതിച്ചു. അവൻ്റെ മുഖത്ത് കുറ്റബോധമില്ല, അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ വിദ്വേഷമില്ല. തന്നെ ക്രൂശിച്ചവരോട് കുരിശിൽ കിടന്ന് അവൻ ക്ഷമിച്ചു. തന്നെ ഓർത്ത് കരഞ്ഞ അമ്മയെയും ശിഷ്യനെയും ആശ്വസിപ്പിച്ചു. അവനിൽ നിന്ന് ഒരു പ്രത്യേക ശക്തി എന്നിലേക്ക് പ്രവഹിച്ചു. അവൻ്റെ കണ്ണുകളും എൻ്റെ കണ്ണുകളും
പരസ്പരം കണ്ടുമുട്ടി. ചുറ്റുമുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുറ്റവാളി എന്ന എന്നെ വിധിക്കുന്നതല്ലായിരുന്നു ആ നോട്ടം. കരുണയുടെ, സ്നേഹത്തിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ, ധൈര്യപ്പെടുത്തലിൻ്റെ ആ നോട്ടം. എൻ്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അവൻ്റെ മുന്നിൽ എൻ്റെ കുറവുകളെല്ലാം അടിയറവ് വെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ പറഞ്ഞു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു എന്നോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. എനിക്ക് പറയാനുള്ളത് ഇതാണ്: യേശുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ അനുഭവം ഹൃദയത്തിൽ നിന്നുയരുന്ന മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും. അനുദപിക്കുന്ന പാപികളെ, അവർ എത്ര വലിയ പാപികളാണെങ്കിലും അവരുടെ പാപങ്ങളുടെ വലിപ്പം നോക്കാതെ തൻ്റെ രക്ഷയിലേക്ക് അവിടുന്ന് സ്വീകരിക്കും. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. നല്ല കള്ളന്റെ മാനസാന്തരത്തിന്റെ കഥ ഒരു സംഭവ കഥ പോലെ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടപ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലായത്. അതെ, ധൂർത്തപുത്രനെ ആകാംക്ഷയോടെ സ്നേഹത്തോടെ കാത്തിരുന്ന നല്ല പിതാവിനെ പോലെ വഴിതെറ്റിപ്പോയ ആടിനെ കണ്ടെത്താൻ ആ 99 ആടുകളെ വിട്ട് കാണാതായ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തിയ ആ നല്ല ഇടയനെ പോലെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ് നമ്മുടെ തിരിച്ചുവരവിനായിട്ട്. ഈ ഒരു സന്ദേശമാണ് വിശുദ്ധ ഡിസ്മാസിന്റെ ജീവിതത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഡിസ്മാസിലൂടെ നൽകപ്പെട്ട ഈ ഒരു ദൂത് ഏറ്റെടുത്തുകൊണ്ട് നമുക്കിനി അടുത്ത വിശുദ്ധന്റെ അടുത്തേക്ക് പോകാം. നമ്മോടൊപ്പം ഇപ്പം ഉള്ളത് വിശുദ്ധ ക്രിസ്റ്റീന. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സുന്ദരിയായ കന്യകയും രക്തസാക്ഷിയുമായിരുന്ന വിശുദ്ധ ക്രിസ്റ്റീന ആധുനിക യുവതലമുറയ്ക്ക് ഒരു ഹീറോയിൻ തന്നെയാണ്. വിശുദ്ധ ക്രിസ്റ്റീന വിജാതീയ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും പിന്നീട് ജീവിതത്തിൽ ഒട്ടേറെ സഹനങ്ങളിലൂടെ കടന്നു പോവുകയും അവസാനം രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? 3-ാം നൂറ്റാണ്ടിൽ ഒരു ധനിക കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. എന്റെ പിതാവ് ഉർബാനോസ് ടയറിലെ ഗവർണറായിരുന്നു. എന്നെ വിഗ്രഹാരാധകരുടെ പുരോഹിത ആക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനായുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ഒരിക്കൽ ഒരു മാലാഖ എനിക്ക് പ്രത്യക്ഷപ്പെടുകയും യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് എന്നോട് പറയുകയും ചെയ്തു. കർത്താവിന്റെ മണവാട്ടി എന്നായിരുന്നു ആ മാലാഖ എന്നെ വിളിച്ചത്. ഭാവിയിൽ ഞാൻ അനുഭവിക്കേണ്ട സഹനങ്ങളെക്കുറിച്ച് ആ മാലാഖ എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതിൽ തുടർന്ന് എന്റെ മുറിയിലെ വിഗ്രഹങ്ങളെല്ലാം ഞാൻ നശിപ്പിക്കുകയും അവയെല്ലാം ജനാലയിലൂടെ പുറത്തേക്ക് കളയുകയും ചെയ്തു. നടന്നതെല്ലാം അറിഞ്ഞ് എന്റെ പിതാവ് ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം എന്നെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയാക്കി. ഇരുമ്പു കൊളുത്തുകൾ കൊണ്ട് മാംസം വലിച്ചു കീറിയുള്ള പീഡനം, പീഡന ഉപകരണത്തിൽ കിടത്തി തീ കൊണ്ട് പൊള്ളിക്കുക, ചൂളയിൽ നിർത്തുക, ചക്രത്തിൽ ബന്ധിച്ച് പീഡിപ്പിക്കുക, പാമ്പിനെ കൊണ്ട് ആക്രമിപ്പിക്കുക, അമ്പുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുക തുടങ്ങി ക്രൂരമായ പല ശിക്ഷാ രീതികളും അതിലുണ്ടായിരുന്നു. പക്ഷേ തീച്ചൂളകൾ അക്രമികൾക്ക് എതിരെ തിരിച്ചും കല്ല് കെട്ടി തടാകത്തിൽ എറിഞ്ഞപ്പോൾ മാലാഖമാരെ അയച്ചും കർത്താവ് എന്നെ രക്ഷിച്ചു. പിതാവിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഡിയോൺ എന്നെ സർപ്പക്കാട്ടിലേക്ക് എറിഞ്ഞപ്പോഴും ഈശോ എന്നെ രക്ഷിച്ചു. പിന്നീട് എന്റെ നാവ് മുറിച്ചു നീക്കി. ഒടുവിൽ എന്നെ ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയും ഞാൻ എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് എല്ലാ സഹനങ്ങളെയും അതിജീവിച്ച് ആനന്ദത്തോടെ പറന്നുയരുകയും ചെയ്തു. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹയുടെ വാക്കുകൾ സ്വന്തം ജീവിതത്തിൽ അന്വർത്ഥമാക്കിയവരാണ് രക്തസാക്ഷിത്വത്തിലൂടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധർ. വിശുദ്ധ ക്രിസ്റ്റീനയുടെ ജീവിതവും ഇത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സഹനങ്ങൾ അല്ലെങ്കിൽ ഈശോയെ പ്രതി നമുക്ക് ലഭിക്കുന്ന പീഡനങ്ങൾ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഷോർട്ട് കട്ട് ബേസ് ആണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈ വിശുദ്ധയെ ഒത്തിരി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കത്തിജ്വലിച്ചു നിൽക്കുന്ന ഹൃദയം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. തിരുഹൃദയ പ്രേക്ഷിത വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്. വിശുദ്ധ മാർഗരറ്റ്
ഇന്ന് ഒത്തിരിയേറെ മുറിവേറ്റുകൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ പറ്റിയുള്ള ദർശനങ്ങളെക്കുറിച്ചും നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ എങ്ങനെ നമുക്ക് ആശ്വസിപ്പിക്കാം എന്നതിനെ കുറിച്ചും ഞങ്ങളോടൊന്ന് പറഞ്ഞു തരാവോ? അന്ന് ഞാൻ കണ്ട തിരുഹൃദയ ദർശനം ഇപ്രകാരമായിരുന്നു. മുള്ളുകളാൽ വലയം ചെയ്യപ്പെട്ട് മുറിവേറ്റ് രക്തമൊലിക്കുന്ന കുരിശു നാട്ടപ്പെട്ട ജ്വലിക്കുന്ന തന്റെ ഹൃദയം ചൂണ്ടിക്കാട്ടി യേശു പറഞ്ഞു, മനുഷ്യരോടുള്ള സ്നേഹത്താൽ കത്തിയെരിഞ്ഞ് സർവവും വിട്ടു നൽകിയ എന്റെ ഹൃദയം കാണുക. മകളെ, എന്റെ സ്നേഹം അവഗണിക്കപ്പെടുന്നു. ആ സ്നേഹത്തെ സ്വീകരിക്കാൻ നീ തയ്യാറാണോ? മറ്റൊരിക്കൽ തന്റെ തിരുഹൃദയത്തെ ആശ്വസിക്കപ്പെടേണ്ടത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തുന്ന യേശുവിന്റെ ഒരു ദർശനം എനിക്ക് ലഭിച്ചു. അവിടുന്ന് എന്നോട് പറഞ്ഞു, വ്യാഴാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഇടയിലുള്ള എല്ലാ രാത്രികളിലും ഒലിവ് തോട്ടത്തിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ സഹിച്ച ദുഃഖത്തിൽ എന്നോടൊപ്പം പങ്കുചേരുക. മരണത്തെക്കാൾ കൈപ്പേറിയ ഒരു തരം വേദനയേറിയ ആ ദുഃഖത്തിൽ എന്നോട് കൂടെയായിരുന്നു എനിക്ക് ആശ്വാസം നൽകുക. എന്റെ കഠിന ദുഃഖം ശമിപ്പിക്കാൻ മുട്ടുകുത്തി നിന്ന് 1 മണിക്കൂർ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ശിഷ്യന്മാർ എന്നെ കൈവിട്ടപ്പോൾ ഞാൻ അനുഭവിച്ച കൈപ്പേറിയ ദുഃഖത്തിൽ നിങ്ങൾ പങ്കുചേരുകയും അങ്ങനെ അത് ശമിപ്പിക്കുകയും ചെയ്യുക. അസ്ഥിരമായ വികാരങ്ങളുടെ കൽവറയായ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ കർത്താവിന്റെ നിത്യസ്നേഹത്തിന്റെ ഉറവിടമായ തിരുഹൃദയം നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുകയാണ്. മനുഷ്യരുടെ പാപങ്ങളെ പ്രതി നിരന്തരം മുറിവേറ്റുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും വിശ്വാസ പ്രഘോഷണമാണ് തിരുഹൃദയത്തോടുള്ള ഭക്തി. വിശുദ്ധ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് ആശ്വസിപ്പിക്കുന്നവരായിട്ട് മാറാം. ഒപ്പം തന്നെ ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുമായിട്ടും നമുക്ക് മാറാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളോടൊപ്പമുള്ളത് ദൈവകരുണയുടെ അപ്പോസ്തല വിശുദ്ധ ഫൗസ്റ്റീന കൊവാൽസ്ക. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരുപാട് ദർശനങ്ങളും ദൈവകരുണയുടെ ഒരുപാട് വെളിപാടുകളും ലഭിച്ചിരുന്നല്ലോ. അതിൽ ശുദ്ധീകരണ സ്ഥലത്ത് പോയപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? തീർച്ചയായും. അന്ന് രാത്രി എന്റെ കാവൽമാലാഖയ്ക്കൊപ്പം ഞാൻ തീ നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ ഒരു സ്ഥലത്തെത്തി. അവിടെ പീഡയനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല. എന്താണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ ചോദിച്ചു. ദൈവത്തിനായുള്ള ദാഹമാണ് തങ്ങളുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ മറുപടി നൽകി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്നതും ഞാൻ കണ്ടു. അമ്മ അവർക്ക് സമാശ്വാസം നൽകിയിരുന്നു. എന്റെ അന്തരാത്മാവിൽ ഒരു സ്വരം ഞാൻ കേട്ടു. എന്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എന്റെ നീതി ഇത് ആവശ്യപ്പെടുന്നു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ പറ്റിയും എനിക്ക് പറയാതിരിക്കാനാവില്ല. അവിടുന്ന് എന്നോട് പറഞ്ഞു, എന്റെ മകളെ, സർവ്വലോകത്തോടും എന്റെ കരുണയെപ്പറ്റി പറയുക. ഇത് യുഗാന്ത്യത്തിന്റെ അടയാളമായിരിക്കും. അതിനുശേഷം നീതിയുടെ സമയം ആഗതമാകും. നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു. കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എന്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. ഒത്തിരി നന്ദി വിശുദ്ധ ഫൗസ്റ്റീന. തീർച്ചയായിട്ടും ഞങ്ങളും ദൈവകരുണയുടെ ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് ദൈവകരുണയുടെ പ്രേക്ഷിതരായി ഞങ്ങളും ജീവിക്കും. ഇവരാണ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തിരഞ്ഞെടുത്ത കുഞ്ഞു വിശുദ്ധാത്മാക്കൾ. പോർച്ചുഗലിൽ ഫാത്തിമ എന്ന ദേശത്ത്
പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ സന്ദേശങ്ങൾ കൈമാറാൻ അമ്മ പ്രത്യേകം തിരഞ്ഞെടുത്ത കുഞ്ഞു വിശുദ്ധാത്മാക്കൾ. ആഗോള സഭയിൽ തന്നെ നാഴികക്കല്ലായി തീർന്ന പ്രത്യക്ഷീകരണമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങൾ. ഈ കുഞ്ഞാത്മാക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നല്ലോ. നരകത്തിന്റെ ഭീകരതയെക്കുറിച്ചും പരിശുദ്ധ അമ്മ നരകത്തിൽ പോകുന്ന ആത്മാക്കളെ കുറിച്ച് വിഷമിക്കുന്നതെല്ലാം നിങ്ങൾ കാണുകയുണ്ടായി. ഈ ദർശനങ്ങളും പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങളുമൊക്കെ പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തെ എപ്രകാരമാണ് സ്വാധീനിച്ചത് എന്നൊന്ന് പറയാവോ? പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾക്ക് ശേഷം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഒരാളെ പറ്റി മറ്റൊരാൾ പറയുന്നതായിരിക്കും നല്ലത്. ഫ്രാൻസിസ്കോയുടെ കാര്യം ഞാൻ പറയാം. നരകദർശനം ലഭിച്ചതിനു ശേഷം ഫ്രാൻസിസ്കോയ്ക്ക് സ്വർഗത്തിൽ പോകണം, ഈശോയെ ആശ്വസിപ്പിക്കണം എന്ന ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ ജയിലിൽ അടച്ചപ്പോൾ അവൻ രഹസ്യമായി എന്നോട് പറഞ്ഞു, അവർ നമ്മെ കൊല്ലുകയാണെങ്കിൽ എത്ര അത്ഭുതകരമായിരിക്കും, നമ്മൾ ഉടനെ സ്വർഗത്തിലെത്തിയേനെ. ഞങ്ങൾ പോലും അറിയാതെ ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് അവന്റെ പതിവായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ദുഃഖിതനായ ഈശോയെ ആശ്വസിപ്പിക്കുകയാണെന്ന്. 10 വയസ്സുള്ളപ്പോഴായിരുന്നു പരിശുദ്ധ അമ്മ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ മരണം. കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അവൻ മരിക്കാൻ ആകാംക്ഷയോടെ തയ്യാറെടുത്തിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, നിന്നെയും പരിശുദ്ധ അമ്മ വേഗം സ്വർഗത്തിലെത്തിക്കട്ടെ. എത്ര സന്തോഷത്തോടെയാ അന്നവൻ നമ്മുടെ സ്വർഗീയ അമ്മയ്ക്കൊപ്പം ഈശോയുടെ അടുത്തേക്ക് യാത്രയായത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ്കോ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാമോ? എന്റെ കുഞ്ഞു പെങ്ങൾ ജസീന്റെ പറ്റി ഞാൻ പറയാം. നരകത്തിൽ പോകുന്നവരെ ഓർത്ത് ജസീന്ത ഇടയ്ക്കിടയ്ക്ക് കരയുമായിരുന്നു. അവർ ഒരിക്കലും പിന്നെ മരിക്കില്ലേ, തീയിലെരിഞ്ഞ് ചാരമായി പോവുകയില്ലേ? ഇതൊക്കെ അവളുടെ സംശയങ്ങളായിരുന്നു. സ്വർഗത്തിൽ ഞങ്ങളെ കൊണ്ടുപോവാമെന്ന പരിശുദ്ധാമ്മയുടെ വാക്കുകൾ ഇടയ്ക്കിടെ ഞങ്ങളോട് പറയുമ്പോ അവളുടെ പോലത്തെ ത്രില്ല് ഒന്ന് കാണേണ്ടതാ. ഞങ്ങൾ ഏതു സഹനങ്ങളും ഏറ്റെടുത്താലും അവൾ കൈകൂപ്പി പറയും, ഈശോയെ, ഇത് അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടിയും കാഴ്ചവെക്കുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് പോവാൻ സമയമായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവിനും നമ്മുടെ അമ്മയ്ക്കും എന്റെ മുഴുവൻ സ്നേഹവും നൽകുക. പാപികളുടെ മാനസാന്തരത്തിനായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായും എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവരോട് പറയുക. ഞങ്ങൾ ഉടൻ തന്നെ സ്വർഗത്തിൽ ഒരുമിക്കുമെന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകളും അവൾ എന്നെ ആവേശത്തോടെ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ ഫ്രാൻസിസ്കോ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ ആഗ്രഹപ്രകാരം പാപികളുടെ മാനസാന്തരത്തിനായിട്ട് തന്റെ പ്രായത്തെ വെല്ലുന്ന രീതിയിൽ കഠിന പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്ത വിശുദ്ധ ജസീന്തയ്ക്ക് ഇപ്പോൾ ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ലൂസിയെ കുറിച്ച് പറയാവേ. പരിശുദ്ധമ്മയുടെ ദർശനങ്ങളിൽ തുറന്ന് ആദ്യമൊക്കെ സ്വന്തം വീട്ടുകാരുൾപ്പെടെ ലൂസിയെ ഒത്തിരി ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒത്തിരിയേറെ അവൾ സഹിച്ചു. ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിരുന്നതും ഞങ്ങളുടെ കുട്ടിക്കുറുമ്പുകളിൽ ഉപദേശങ്ങൾ തന്നിരുന്നതൊക്കെ അവളായിരുന്നു. ഒരിക്കൽ പരിശുദ്ധമ്മയോട് അവൾ ചോദിച്ചു, ഞങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമോ എന്ന്. എന്നെയും ഫ്രാൻസിസ്കോയെയും ഉടനെ കൊണ്ടുപോകുമെന്നും. പക്ഷേ ലൂസി കുറെ നാൾ കൂടി ജീവിച്ച് അമ്മയുടെ സന്ദേശങ്ങൾ എല്ലാവരെയും അറിയിക്കണം എന്നായിരുന്നു അമ്മ പറഞ്ഞത്. ലൂസിക്ക് അത് കേട്ടപ്പോൾ സങ്കടായി. പക്ഷേ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ലൂസിക്ക് ഉറപ്പ് കൊടുത്തു. അപ്പൊ തന്നെ അമ്മയുടെ കയ്യിൽ മുള്ളുകൾ കുത്തി തറച്ച ഒരു ഹൃദയം ഞങ്ങൾ കണ്ടു. മനുഷ്യരുടെ പാപങ്ങളാൽ വേദനിക്കുന്ന അമ്മയുടെ ഹൃദയത്തിന് ആശ്വാസം പകരാൻ ഭൂമിയിലെ ജീവിതം ഉപയോഗിക്കുമെന്ന് ലൂസി തീരുമാനിച്ചു. പിന്നെ ലോകം മുഴുവനെയും അമ്മയുടെ സന്ദേശങ്ങൾ അറിയിക്കാനായി ജീവിച്ചു. അമ്മ ഏൽപ്പിച്ചതെല്ലാം ചെയ്ത് തീർത്ത ശേഷം സ്വർഗത്തേക്ക് ലൂസിയും വന്നു.
എന്ത് രസമായിരുന്നല്ലേ ഇവർ പറഞ്ഞ വിശേഷങ്ങൾ കേട്ടിരിക്കാൻ. അതെ അതെ, ലൂസി പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഭൂമിയിൽ പ്രചരിപ്പിക്കും, ഉറപ്പ്. അതെ. എന്നാൽ ഇനി നമുക്ക് അടുത്ത വിശുദ്ധന്റെ അടുത്തേക്ക് പോയാലോ? പോകാം. കേരളത്തിന്റെ തന്നെ സ്വന്തം വിശുദ്ധയാണ് വിശുദ്ധ എവുപ്രാസ്യമ്മ. സഞ്ചരിക്കുന്ന സക്രാരി, പ്രാർത്ഥിക്കുന്ന അമ്മ എന്നൊക്കെ അമ്മയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ എവുപ്രാസ്യമ്മേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അമ്മയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അമ്മയുടെ ജീവിത അനുഭവത്തിൽ നിന്നും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാവോ? എന്താ പറയാ, ഇതിനെക്കുറിച്ചുള്ള മറുപടി ഒരിക്കൽ ഈശോ തന്നെ എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. ഒരിക്കൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഞാൻ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. തന്റെ കയ്യിലെ മുറിവ് കാണിക്കുന്ന രീതിയിൽ ഈശോ എന്റെ മുന്നിൽ വന്നു പറഞ്ഞു, എന്റെ മകളെ, എല്ലാ സങ്കടങ്ങളും എന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മയ്ക്കായി ക്ഷമയോടെ സഹിക്കുക. മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി ഇപ്പോഴും ഇടവിടാതെ മരിക്കുന്ന എന്നെ ഓർത്ത് നിനക്കു തന്നെ നീ മരിക്കുക. ഇടവിടാതെ സഹിക്കുക. ഇതുപോലെ എന്നെ പ്രസാദിപ്പിക്കുന്നതിനായി മറ്റൊന്നും നിനക്ക് ചെയ്യാനില്ല. അതിനുശേഷം ഈശോയെ പ്രതി സഹനങ്ങൾ സ്വീകരിക്കുന്നത് എന്റെ ആനന്ദമായിരുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏറെ സമയം ചിലവഴിച്ച് ഈശോയിൽ ലയിച്ച് ചെയ്യുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. വിശുദ്ധ എവുപ്രാസ്യമ്മേ, സക്രാരിക്ക് മുമ്പിലിരുന്ന് ഈശോയിൽ നിന്ന് ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങൾക്കും വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണേ. അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കും. ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഉറപ്പ്. അമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ മരിച്ചാലും മറക്കില്ലാട്ടോ. പാപം ചെയ്യുന്നതിനേക്കാൾ മരണം തിരഞ്ഞെടുത്ത ശുദ്ധതയുടെ രക്തസാക്ഷികളോടൊപ്പമാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. വിശുദ്ധ മരിയ ഗൊരേത്തിയും വിശുദ്ധ ബെനിഗ്ന കർദോസോയും. വിശുദ്ധ മരിയ ഗൊരേത്തി, വിശുദ്ധ ബെനിഗ്ന, ഈ ചെറുപ്രായത്തിൽ തന്നെ ഈശോയ്ക്കായി, പ്രത്യേകിച്ച് വിശുദ്ധിക്കായി നിങ്ങളുടെ ജീവൻ ബലി കഴിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? എനിക്ക് അനുഭവപ്പെട്ടത് യേശുവുമായുള്ള നിത്യതയ്ക്ക് തടസ്സമായൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല എന്നതാണ്. അലക്സാണ്ടർ എന്നെ പാപം ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മാരക പാപമാണ്, ഇത് ചെയ്താൽ നരകത്തിൽ പോകും, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അലക്സാണ്ടർ എന്നെ 11 തവണ കഠാര കൊണ്ട് കുത്തി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച എന്നെ വീണ്ടും 3 തവണ കൂടി കുത്തി. പ്രാണവേദനയിൽ പുളയുമ്പോഴും എൻ്റെ സ്വർഗപ്രവേശനത്തിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. അലക്സാണ്ടറിനോട് ക്ഷമിക്കാൻ ബാക്കിയുണ്ടെന്ന ചിന്ത എന്നെ അലട്ടി. ഒപ്പം അലക്സാണ്ടറിന്റെ ആത്മാവിനെ പറ്റിയും ഞാൻ ദുഃഖിച്ചു. മരണക്കിടക്കയിൽ വെച്ച് ഞാൻ പറഞ്ഞു, അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. ഒരിക്കൽ അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് മാനസാന്തരപ്പെടും. അതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ മരണശേഷം അലക്സാണ്ടർ ജയിലിലായിരിക്കെ ഞാൻ അവന് ലില്ലിപ്പൂക്കൾ നൽകുന്നതായ സ്വപ്നം അലക്സാണ്ടർ കാണുകയും ജയിൽ മോചിതനായ ശേഷം എൻ്റെ അമ്മയെ സന്ദർശിക്കുകയും ക്ഷമ ചോദിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. അമ്മ അവന് മാപ്പ് നൽകി. പിറ്റേന്ന് അവർ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. എന്നെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം അലക്സാണ്ടറും ഉണ്ടായിരുന്നു. സ്വന്തം ഘാതകനെ പോലും തന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അത്ഭുത മാനസാന്തരത്തിലേക്ക് നയിച്ച വിശുദ്ധ മരിയ ഗൊരേത്തിയെ പോലെ നമുക്കും പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരാകാം. ഇനി വിശുദ്ധ ബെനിഗ്നയ്ക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധ ബെനിഗ്ന, ഈ ഒരു അവസരത്തില് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? വിശുദ്ധ മരിയ ഗൊരേത്തിയെ പോലെ തന്നെയായിരുന്നു എൻ്റെ മരണവും. വെള്ളം കോരാനായി കുടവുമായി പോകുമ്പോഴായിരുന്നു റേമുഡോ റാവ് എന്നെ ആക്രമിച്ചത്. പാപം ചെയ്ത് ഈശോയെ സങ്കടപ്പെടുത്തി നരകത്തിൽ പോകുന്നതിലും മരിച്ച് സ്വർഗത്തിൽ പോകുവാനായിരുന്നു എനിക്കിഷ്ടം. എൻ്റെ എതിർപ്പുകളെ തുടർന്ന് റേമുഡോ എന്നെ വടിവാൾ കൊണ്ട് ആക്രമിച്ച്
കൊലപ്പെടുത്തുകയായിരുന്നു. പരിശുദ്ധ ബൈബിൾ വായിക്കുന്നതും അതിലെ കാര്യങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഹോബിയായിരുന്ന എനിക്ക് പാപത്തിന്റെ ഗൗരവത്തെ പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്നു. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമായിരുന്നു റേമുഡയുടെ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഉറച്ചു നിൽക്കാൻ എനിക്ക് ശക്തി പകർന്നത്. വിശുദ്ധ മരിയ ഗൊരേത്തി, വിശുദ്ധ ബെനിഗ്ന ഈ യുവതലമുറയ്ക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പരിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന പോലെ ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം അല്ലെങ്കിൽ ജീവിക്കേണ്ട, നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ എന്താണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലവും. സ്വർഗത്തിൽ ഈശോയോടൊപ്പം വിശുദ്ധരോടൊപ്പം ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുക തന്നെ വേണം. കാരണം വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടിലവും പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല എന്ന്. ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിനു മുൻപ് നമ്മുടെ ജീവിതാന്ത്യത്തെക്കുറിച്ച് ഓർക്കുക. എന്നാൽ നമ്മൾ പാപം ചെയ്യുകയില്ല എന്നാണ് വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനുള്ള ഉത്തമ മാതൃകകളാണ് ഈ വിശുദ്ധരെല്ലാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ ജമ്മ ഗൽഗാനി. ഈ വിശുദ്ധയെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. വിശുദ്ധ ജമ്മ ഗൽഗാനി അസാധാരണമായ മിസ്റ്റിക് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ഏകസ്ഥ വിശുദ്ധിയായിരുന്നു വിശുദ്ധ ജമ്മ. വ്യാഴാഴ്ചകളിൽ യേശുവിന്റെ ഗത്സമൻ പീഡാനുഭവങ്ങളുടെ അനുസ്മരണം എന്നോണം പഞ്ചശതങ്ങൾ ലഭിച്ചിരുന്നവൾ, ഈശോയുടെയും മാതാവിന്റെയും ദർശനങ്ങൾ ഒരുപാട് ലഭിച്ചിരുന്നവൾ, പ്രാർത്ഥനയും പ്രായശ്ചിത്വവും ജീവിത ശൈലിയാക്കിയ ഒരു ബലിയാത്മാവ്, ശുദ്ധീകരണ ആത്മാക്കളുമായി സംസാരിച്ചിരുന്നവള്, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള കർത്താവിന്റെ ഒരു പുണ്യാത്മാവായിരുന്നു വിശുദ്ധ ജമ്മ ഗൽഗാനി. വിശുദ്ധ ജമ്മ ഗൽഗാനി അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടതായി ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവം പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഈശോയുടെ ബലിയാത്മാവായി ജീവിച്ച് ഈശോയ്ക്കായി ആത്മാക്കളെ നേടുകയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം. ഈശോയുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് പാപികൾ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടാനായി കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ സഹനങ്ങൾ ഞാൻ സമർപ്പിച്ചു. ഈശോയുമായി ഒരിക്കലും വേർപിരിയാത്ത വിധം എന്നേക്കുമായി ഐക്യപ്പെടാൻ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. ഇത് പിശാചിനെ വളരെയേറെ ദേഷ്യം പിടിപ്പിച്ചു. ഒരിക്കൽ കുമ്പസാരക്കാരനായും മറ്റൊരു സന്ദർഭത്തിൽ പ്രഭാപൂർണനായ ദൂതനായും മറ്റൊരിക്കൽ യേശു തന്നെയായും അവൻ എന്നെ ചതിയിൽപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ സ്വർഗീയ ദർശനങ്ങളെ വേർതിരിച്ചറിയാനുള്ള മാർഗങ്ങൾ യേശു എന്നെ പഠിപ്പിച്ചു. ഏതൊരു ദർശനത്തിൻ്റെയും തുടക്കത്തിൽ യേശുവും മറിയവും വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുക. പിശാചാണെങ്കിൽ അതോടുകൂടി അവൻ ഓടി മറയുമായിരുന്നു. ശാരീരികമായും പല രീതിയിൽ അവൻ വിവിധ രൂപങ്ങളിൽ. ഒരിക്കൽ ഞാൻ എൻ്റെ ആത്മീയ അനുഭവങ്ങൾ എഴുതിയിരുന്ന ഡയറി അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. എൻ്റെ ആത്മീയ പിതാവ് കൽപ്പിച്ചപ്പോൾ അത് മടക്കി തന്നു. അത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു തിരികെ ലഭിച്ചത്. ഈ പരീക്ഷണങ്ങളിലെല്ലാം എന്നെ ആശ്വസിപ്പിക്കാൻ കാവൽ മലാഖ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അതിനാൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്: കർത്താവിനായി സ്വയം സമർപ്പിച്ചാൽ ആത്മീയതയുടെ പുറം കുപ്പായം അണിഞ്ഞുപോലും പിശാചിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ച. അവ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉറച്ചു നിൽക്കുക. വിശുദ്ധ ജമ്മ ഗൽഗാനി നമുക്ക് പറഞ്ഞു തന്നതുപോലെ തന്നെ കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ കെണികളിൽ വീഴിക്കാൻ, പാപത്തിൽ വീഴ്ത്താൻ നമ്മുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുകയാണ്. വിശുദ്ധ പത്രോസ്ലീഹയുടെ ലേഖനത്തിലും നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. പിശാചിന്റെ ഈ കെണികളിൽ പെടാതിരിക്കാൻ, വീഴാതിരിക്കാൻ നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. കർത്താവിന്റെ ശുശ്രൂഷയിൽ വിശ്വസ്തയോടെ, സമർപ്പണത്തോടെ നമുക്ക് മുന്നേറാം. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൂർവ്വപിതാവായ അബ്രാഹാം, അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടു എന്ന്. വീണ്ടും മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്
ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു എന്നാണ്. ഇതുപോലെ പുതിയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ സ്നേഹിതരായിരുന്ന 3 സഹോദര വിശുദ്ധർ, നമുക്കൊക്കെ ഒത്തിരി കേട്ട് പരിചയമുള്ള മർത്ത, മറിയം, ലാസർ. അതെ, ഈശോ നിങ്ങൾ 3 പേരെയും ഒത്തിരി സ്നേഹിച്ചിരുന്നതായി പരിശുദ്ധ ബൈബിളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഈശോയുമായുള്ള സൗഹൃദം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഈശോയുമായി ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഒരു സ്നേഹിതനേക്കാൾ ഉപരി ഒരു സഹോദരനെ പോലെയായിരുന്നു ഈശോ ഞങ്ങൾക്ക്. രോഗം മൂർജിച്ചപ്പോൾ ഈശോയെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ഈശോയ്ക്ക് ഒത്തിരി തിരക്കുകൾ ഉണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും എന്നെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എൻ്റെ സമയമായിരുന്നില്ല അവിടുത്തെ സമയം. എന്നെ സംസ്കരിച്ച ശേഷം 4-ാം ദിവസമാണ് യേശു എത്തിയത്. മരണത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവനും മരണത്തെ തൻ്റെ മരണത്തിലൂടെ ജയിക്കാനിരിക്കുന്നവനുമാണ് താനെന്ന് തെളിയിക്കുന്നവയായിരുന്നു അവൻ്റെ ആ അധികാര വചസ്സുകൾ. ലാസറെ പുറത്തു വരിക, അതിനിൽ പുതുജീവൻ നിറച്ചു. എൻ്റെ സിരകളിൽ രക്തപ്രവാഹം അനുഭവപ്പെട്ടു. ഞാൻ ജീവനുള്ളവനായി. ലാസറിനെ യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആ ഒരു സംഭവം യേശു പ്രവർത്തിച്ച മറ്റ് അത്ഭുതങ്ങളെക്കാൾ ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു അത്ഭുതമായിരുന്നു. തീർച്ചയായും യേശു തന്റെ സ്വന്തം സഹോദരനെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഉയർപ്പിക്കുന്നത് സ്വന്തം കൺമുൻപിൽ വെച്ച് കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ്, അതൊന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? അല്ലെങ്കിൽ ഈശോയിട്ട് പിന്നീടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തില് എങ്ങനെയാണ് മാറ്റം വന്നത്, അതൊന്ന് പങ്കുവെക്കാവോ? അന്ന് വരെ ഈശോയിലെ മനുഷ്യ വ്യക്തിത്വത്തെ മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞതും സ്നേഹിച്ചതും. പക്ഷേ അന്നു മുതൽ ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിന് വേറൊരു തലം കൈവന്നു. മറിയം കുറെ കൂടെ ഈശോയിലെ ദൈവത്വത്തെ അറിയുകയും അവിടുത്തോട് ചേർന്നിരിക്കാൻ അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഞാൻ വീട്ടുജോലികളിൽ വികരജത്തെയും. ഈശോയിലെ ദൈവസാന്നിധ്യത്തിന്റെ വില ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ സഹോദരൻ ലാസറിന്റെ ഉയർപ്പിന് ശേഷമായിരുന്നു. ലാസറിന്റെ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞ ശേഷം ഈശോ കല്ലെടുത്തു മാറ്റാൻ പറഞ്ഞപ്പോൾ ഞാൻ തടസ്സങ്ങൾ പറയാൻ തുടങ്ങി. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന ഈശോയുടെ സ്നേഹശാസനം എന്നെ സ്പർശിച്ചു. പിന്നീട് എൻ്റെ കൺമുൻപിൽ ലാസറിന്റെ ഉയർപ്പ് ഞാൻ ദർശിച്ചു. അതോടെ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. ഈശോ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് എല്ലാവരോടും പ്രഘോഷിക്കുകയായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിത ലക്ഷ്യം. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയോടൊപ്പമായിരിക്കുവാനും ഈശോയോട് കൂടുതൽ സൗഹൃദത്തിൽ വളരുവാനും അങ്ങനെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈശോയുടെ മരണശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഈശോയ്ക്ക് വേണ്ടി മാത്രമായി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു പിന്നീട് ഞങ്ങൾ 3 പേരും നയിച്ചത്. മനുഷ്യരക്ഷയ്ക്കായി ഈശോ കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളുടെ ഭാഗമായി ഞങ്ങളെ 3 പേരെയും യഹൂദ പ്രമാണികൾ നാവികരോ തുഴയോ ഇല്ലാത്ത ഒരു കപ്പലിലിരുത്തി പുറം കടലിൽ ഒഴുക്കിവിട്ടു. ആ കപ്പൽ തകർന്ന് ഞങ്ങൾ മുങ്ങി മരിക്കാൻ വേണ്ടിയായിരുന്നു അപ്രകാരം ചെയ്തത്. എന്നാൽ അത്ഭുതകരമായി ഞങ്ങൾ സുരക്ഷിതരായി ഫ്രാൻസിലെ മാർസിയലിസിലെത്തി. അവിടെ ഞങ്ങൾ സുവിശേഷ വേലയിൽ സജീവമായി ഏർപ്പെട്ടു. പിന്നീട് ലാസർ മാർസിലയിലെ മെത്രാനായി അഭിഷിക്തനായി. യേശുവിൻ്റെ തൃപ്പാദങ്ങൾക്കരികിലിരിക്കുവാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ ഒരു ഗുഹയിൽ പോയി പ്രാർത്ഥനയിൽ ഏകാന്തവാസം ആരംഭിച്ചു. മർത്ത മാർസിലയിൽ അനേകർക്ക് ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയായി സുവിശേഷത്തിന്റെ ധീര പ്രഘോഷകയായി ജീവിച്ചു. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണെന്ന്. ഈ വചനം അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഈ സഹോദര വിശുദ്ധർ നമുക്ക് നമ്മുടെ സ്വർഗീയ യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി സഹായമാണ്. ഈശോയോടൊപ്പമായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ സഹോദര വിശുദ്ധർ. അവരുടെ ജീവിതം പിന്നീട് മറ്റു രാജ്യത്ത് സുവിശേഷത്തിന്റെ ദീപ്തി പരത്തി ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിച്ചു. നമുക്ക് മാതൃകളാക്കാം ഈ സഹോദര വിശുദ്ധരെ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്
അസീസിയിലെ വിശുദ്ധ ക്ലാരയാണ്. അതെ, സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും ലോകദൃഷ്ടിയിൽ എല്ലാം തികഞ്ഞവളായിരുന്നു വിശുദ്ധ ക്ലാര. എങ്കിലും ഇതെല്ലാം ഉപേക്ഷിച്ച് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇറങ്ങിത്തിരിക്കാൻ ലഭിച്ച ആ ചങ്കുറ്റം, അതിനെക്കുറിച്ച് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? അന്നത്തെ കാലത്ത് ഏതൊരു പെൺകുട്ടിയും സ്വപ്നം കാണുന്നതൊക്കെയും എൻ്റെ കയ്യെത്തും ദൂരത്ത് എനിക്ക് ലഭ്യമായിരുന്നു. പക്ഷേ അവയൊന്നും എൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല. അപ്പോഴാണ് അസീസിയിലെ ഫ്രാൻസിസിന്റെ ആത്മീയപാത എന്നെ ആകർഷിച്ചത്. പണം, സ്ഥാനമാനങ്ങൾ, അധികാരം, ആർഭാടം തുടങ്ങി ഭൗതികമായ എല്ലാറ്റിനോടും എല്ലാ ബന്ധങ്ങളോടും വിട പറഞ്ഞ് കർത്താവിനായി ഇറങ്ങിത്തിരിച്ച ഫ്രാൻസിസിൽ വിളങ്ങിയ കർത്താവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം സ്വന്തമാക്കാൻ ഞാനും ആഗ്രഹിച്ചു. വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്ന് ഞാൻ കർത്താവിന്റെ മണവാട്ടിയായി എന്നെ തന്നെ സമർപ്പിച്ചു. എന്റെ നീണ്ട് ഇടതൂർന്ന അഴകേറിയ മുടി മുറിച്ച് ഫ്രാൻസിസ് എനിക്ക് സഭാവസ്ത്രം നൽകി. ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം ഞാനും അനുഭവിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ ആനന്ദത്തിന്റെ പൂർണ്ണത കണ്ടെത്തി. ശത്രുക്കൾ ഒരിക്കൽ ഞങ്ങളുടെ മഠം ആക്രമിച്ചപ്പോൾ ദിവ്യകാരുണ്യനാഥൻ നേരിട്ടിടപെട്ട് ശത്രുക്കളെ തുരത്തി. എനിക്ക് പറയാനുള്ളത് ഇതാണ്: പ്രിയരെ, കർത്താവിനോട് മരണം വരെ വിശ്വസ്തരായിരിക്കുക. ജീവന്റെ കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നമ്മുടെ അധ്വാനം ഹ്രസ്വമാണ്, പക്ഷേ അതിന്റെ പ്രതിഫലം ശാശ്വതമാണ്. നിഴൽ പോലെ മായുന്ന ലോകത്തിന്റെ ആരവങ്ങൾ നിങ്ങളെ അസ്വസ്ഥരാക്കാതിരിക്കട്ടെ. ലോകത്തിന്റെ വ്യാജമോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വിശുദ്ധ ക്ലാര പുണ്യവതി, അങ്ങ് നൽകിയ ഓരോ വാക്കിനും പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് അതനുസരിച്ച് ജീവിച്ച ക്ലാര പുണ്യവതിയെ പോലെ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരായി നമുക്ക് മാറാം. തന്റെ ആത്മമണവാളനായ ഈശോയെ പ്രതി ലോകവും അതിലുള്ള സമസ്തവും വെറും ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളയാൻ സാധിച്ച അവരുടെ ധീര നിലപാടുകൾ നമുക്ക് മാതൃകയാക്കാം. സൈബർ അപ്പസ്തോലൻ എന്നുകൂടി അറിയപ്പെടുന്ന ആധുനിക തലമുറയുടെ ഹീറോയ്ക്കൊപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. തീർച്ചയായും അശുദ്ധിയും ദുഷിപ്പും പരിധികളില്ലാതെ വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും എന്നതിന്റെ ഒരു നേർ സാക്ഷ്യം വിശുദ്ധ കാർലോ അക്വീറ്റസ്. വിശുദ്ധ കാർലോയെ സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ ഈശോയ്ക്ക് വേണ്ടി എങ്ങനെ അതിജീവിക്കണമെന്ന് അങ്ങയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ പ്രിയ ഷെക്കേന പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമോ? എനിക്കാവുന്ന വിധത്തിലെല്ലാം ഈശോയെ പ്രഘോഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമൊക്കെ ഉപയോഗിച്ച് അനേകരോട് ഈശോയെ പറ്റി പറയാൻ ഞാൻ സമയം ചെലവഴിച്ചു. ജാവയിലും C++ലും പ്രാവീണ്യം നേടിയ ശേഷം ആത്മീയ കാര്യങ്ങൾക്കായി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്കായി ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുകയും ചെയ്തു. എൻ്റെ പരിമിതമായ ആയുസ്സിലെ 2.5 വർഷം മുഴുവൻ ഇതിനായി ഞാൻ ചെലവഴിച്ചു. അതിനിടയിലാണ് പ്രതീക്ഷിക്കാത്ത അതിഥിയായി എനിക്ക് ലുക്കീമിയ എന്ന ക്യാൻസർ സ്ഥിരീകരിച്ചത്. പക്ഷേ മരിക്കാൻ എനിക്ക് പേടിയില്ലായിരുന്നു. ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രതി അവിടുത്തെ സഭയ്ക്കു വേണ്ടിയും അന്ന് പാപ്പയായിരുന്ന ബെനഡിക്റ്റ് 16 പാപ്പയ്ക്കു വേണ്ടിയും ഞാൻ സഹനങ്ങൾ കാഴ്ചവെച്ചു. സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഹൈവേ ആയി പരിശുദ്ധ കുർബാനയെ ഞാൻ നെഞ്ചിലേറ്റി. 2006 ഒക്ടോബർ 12 ഭൂമിയിലെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഫലം സ്വീകരിക്കാനായി 15-ാം വയസ്സിൽ ഞാൻ എൻ്റെ പ്രിയ രാജാവിൻ്റെ അടുത്തേക്ക് യാത്രയായി. ഈ ന്യൂജൻ വിശുദ്ധനായ കാർലോ അക്വീറ്റസിന്റെ അമ്മ ഒരിക്കലും പറയുകയുണ്ടായി, എന്നെ ഈശോയിലേക്ക് അടുപ്പിച്ചത് എൻ്റെ മകനാണ് എന്ന്. വിശുദ്ധ കാർലോയെ പോലെ നമുക്കും ഈശോയെ പകർന്നു കൊടുക്കുന്നവരാകാം. ഈ വിശുദ്ധ ജീവിതങ്ങളെ നമുക്കും മാതൃകകളാക്കാം. ഒപ്പം തന്നെ മാധ്യമ ശുശ്രൂഷകളിലൂടെ സുവിശേഷവൽക്കരണം എങ്ങനെ സാധ്യമാക്കാമെന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒപ്പം ഞങ്ങളുടെ മാധ്യമ ശുശ്രൂഷയ്ക്കും വേണ്ടിയും അങ്ങ് പ്രാർത്ഥിക്കണേ.
ഇപ്പോളെ സ്വർഗത്തില് നമുക്കായിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം ഏകദേശം തീരാറായിട്ടിരിക്കുകയാണ്. അതെ, നോക്കിയേ, നമ്മൾ വീണ്ടും സ്വർഗത്തിന്റെ കവാടത്തെങ്കില് വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ പത്രോസ്ലീഹായോട് എന്തെങ്കിലും ചോദിക്കാതെ, വിശേഷങ്ങൾ ചോദിച്ചറിയാതെ ഈ ഇന്റർവ്യൂ പൂർണ്ണമാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നേ. തീർച്ചയായും വിശുദ്ധ പത്രോസ്ലീഹായെ, ഈശോ തന്നെ അങ്ങേ ആദ്യത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങേക്കുണ്ടായ ആ എക്സ്പീരിയൻസ് ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഒപ്പം തന്നെ ഇന്നത്തെ സഭയോട് ആദ്യത്തെ മാർപ്പാപ്പ എന്ന രീതിയിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അനുദപിക്കുന്ന പാപികളെക്കുറിച്ച് സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷം എത്രയോ വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ ഗൗരവം നോക്കാതെ അനുദപിക്കുന്ന ആരെയും തൻ്റെ സ്നേഹവായ്പിലേക്ക് സ്വീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയല്ലേ? 3 പ്രാവശ്യം അവിടുത്തെ തള്ളിപ്പറഞ്ഞിട്ടും അനുദപിച്ച് ആ സ്നേഹത്തിലേക്ക് മടങ്ങിയപ്പോൾ തൻ്റെ സഭയെ എന്നെ വിശ്വസിച്ചേൽപ്പിക്കാൻ മാത്രം അവിടുന്ന് എന്നെ വിശ്വസ്തനായി കണക്കാക്കി. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും എന്ന് ഞാൻ തള്ളിപ്പറയുന്നതിന് മുൻപ് നമ്മുടെ കർത്താവ് എന്നോട് ചെയ്ത വാഗ്ദാനം അവിടുന്ന് പാലിക്കുക തന്നെ ചെയ്തു. ഇതാ ആ താക്കോലുകൾ. ആദ്യ മാർപ്പാപ്പ എന്ന നിലയിൽ ഇന്നത്തെ സഭയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: കർത്താവിൻ്റെ കൽപ്പനകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതിരിക്കുക, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങുക, ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, കർത്താവിൻ്റെ സഭയുടെ വിശ്വസ്തരായ കാവൽക്കാരാകുക. വിശുദ്ധ പത്രോസ്ലീഹായെ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ അങ്ങയുടെ വാക്കുകൾ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മരണശേഷം നമ്മൾ എത്തിച്ചേരേണ്ട ഈ കവാടത്തിൽ സ്വർഗപ്രവേശത്തിനായി വീണ്ടും ഈ കവാടം തുറക്കപ്പെടണേ എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതിനായിട്ട് പ്രത്യേകം വിശുദ്ധ പത്രോസ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. നമ്മുടെ സ്വർഗത്തിന്റെ ഇന്റർവ്യൂ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പരിശുദ്ധനിൽ പരിശുദ്ധനും രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ നമ്മുടെ കർത്താവ് മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഇവിടെ തന്നെയുണ്ട്. എന്നാൽ പരിശുദ്ധിയുടെ ശോഭ വിളങ്ങുന്ന ആ ഇടത്തേക്ക് നമ്മൾ ഇപ്പൊ പോകുന്നില്ല. അവിടുത്തെ മുമ്പിൽ മുഖാഭിമുഖം ദർശിക്കേണ്ട ദിനത്തിനായി നമ്മെയും ലോകം മുഴുവനെയും ഒരുക്കുക എന്ന ദൗത്യത്തിനായിട്ടാണ് ഈ ഇന്റർവ്യൂ നമുക്ക് നൽകപ്പെട്ടത്. അതെ, ഈ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ഇനി ഭൂമിയിലേക്ക് മടങ്ങാൻ പോവുകയാണ്. ഈ സമയം വരെയും നമ്മളോടൊപ്പമായിരുന്ന് സമയം പങ്കുവെക്കുകയും നിത്യജീവിതത്തിനായി നമ്മളെ ഒരുക്കുകയും ചെയ്ത വിജയസഭയിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കും നമുക്ക് നന്ദി പറയാം. ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ച ആ നിത്യതയെക്കുറിച്ചുള്ള ആ ഉൾവെളിച്ചം നമുക്ക് കെടാതെ സൂക്ഷിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രോഗ്രാമിൽ ഉടനീളം നമ്മൾ കണ്ടതുപോലെ നമ്മൾ തിരിച്ചറിയുക, സ്വർഗം എന്നത് ഒരു സത്യമാണ്, നരകം ഒരു കെട്ടുകഥയല്ല, നിത്യത എന്ന് പറയുന്നത് ഒരു തമാശയല്ല. അത് മറക്കാതിരിക്കുക. തീർച്ചയായും. കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും നേരം സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ നിത്യത ചെലവഴിക്കുന്ന വിശുദ്ധരോട് കൂടെയായിരുന്നു. ഈ തലമുറയ്ക്ക് നിത്യതയുടെ വെളിച്ചം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 17-ാം സങ്കീർത്തനം 14-ാം വചനത്തിൽ സങ്കീർത്തന വചനം പറയുന്നുണ്ട്: ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. സങ്കീർത്തകനായ ദാവീദിന്റെ മനോഹരമായ പ്രാർത്ഥനയാണിത്. നമ്മളായിരിക്കുന്ന ഈ തലമുറയുടെ വലിയ തകർച്ച എന്ന് പറയുന്നത് നിത്യജീവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതമുണ്ട്. എൻ്റെ നിത്യത കർത്താവിനോട് കൂടെ ചെലവഴിക്കണമെന്നുള്ള
ആ ദർശനം ഇന്ന് ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിലാണ് കർത്താവിനും സഭയ്ക്കുമായി പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന ഷെക്കേനയിലെ കുഞ്ഞുങ്ങൾ അവർ വിശുദ്ധരായി നമ്മുടെ മുൻപിൽ എത്തിയത്. നമുക്ക് ആ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ നമ്മുടെ മധ്യം നമുക്ക് സ്വീകരിക്കാം. തുറന്നൽപ്പസമയം നമ്മൾ ഒന്നിച്ച് നമ്മുടെ ഏക രാജാവും കർത്താവുമായി ഈശോയെ നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഷെക്കേനയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് കടന്നു വരിക, എല്ലാവരും വരിക. ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇളകി മഹത്വപ്പെടുത്തും. 100-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം മനോഹരമായൊരു വചനമാണ്. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇവരുടെ കരങ്ങളിലാണ് സഭയുടെ നിലനിൽപ്പ്. നമ്മുടെ കുഞ്ഞുങ്ങളിലാണ് കർത്താവ് ഒരു പ്രതീക്ഷ വയ്ക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒപ്പം നമ്മുടെ ഭവനത്തിലായിരിക്കുന്ന നമ്മുടെ മക്കൾ, യാത്രയിലായിരിക്കുന്നവര്, പഠിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം ചേർത്ത് പിടിച്ച് ഈ തലമുറയ്ക്ക് നിത്യതയുടെ വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സങ്കീർത്തന വചനം ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. മക്കളെ, നമ്മൾ ഒന്നിച്ച വചനം ഉച്ചത്തിലേറ്റ് പറഞ്ഞ് എല്ലാവരും ചേർന്നേറ്റ് പറഞ്ഞു, കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. എന്തിനാണ് ഷെക്കേന ന്യൂസിലൂടെ ഇപ്രകാരം ഈ ഒരു ശുശ്രൂഷ നടത്തപ്പെടുന്നത്? അതിന് കൃത്യമായൊരു കാരണമുണ്ട്. ലോകത്തിൽ സാത്താന്യ പ്രസ്ഥാനത്തിൻ്റെ മുൻ പ്രധാന പുരോഹിതനായിരുന്ന റയാൻ സ്ലീഗർ, അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ക്രൈസ്തവ കുഞ്ഞുങ്ങൾ ഒരു രാത്രി പിശാചിനോട് കൂടെ ചെലവഴിക്കുക എന്നതാണ് ഹലോവീൻ. ഈ ആഘോഷങ്ങളുടെ വിജയമായി സാത്താന്യ സംഘങ്ങൾ ഇതാഘോഷിക്കുകയാണ്. പിശാചിനോട് കൂടെ ഒരു രാത്രി മുഴുവൻ ക്രൈസ്തവ കുഞ്ഞുങ്ങൾ ചെലവഴിക്കുക, ഇത് വലിയ വിജയമായി സാത്താന്യ സംഘങ്ങൾ ചിന്തിക്കുകയാണ്. കാരണം ഇന്ന് പലയിടങ്ങളിലും, അമേരിക്കയിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, ആഫ്രിക്കയിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, എന്തിനും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇന്ന് ഈ ഹലോവിൻ്റെ പ്രകടമായ സ്വാധീനങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരും നമുക്ക് കാണാൻ പറ്റും. പലരും പറയും ഇതൊരു തമാശയാണ്, ഇതൊരു ഫണ്ണാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ പുറകിൽ പൈശാചികമായ സ്വാധീനമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ സാത്താന് സ്വാധീനം വരുത്തി അവരെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ മലിനപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഈ പൈശാചികമായ ആഘോഷത്തിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ 2014 അതിന് പകരമായി ഹോളി വീൻ, നമുക്കറിയാം നവംബർ 1-ാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാളാണ് പരിശുദ്ധ സഭയിൽ ആഘോഷിക്കുന്നത്. അതിനൊരുക്കമായി ഹോളി വീൻ വിശുദ്ധരെ ഓർക്കുവാനും സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നിത്യതയുടെ ദർശനത്തിലേക്ക് ഈ തലമുറയെ നയിക്കുവാനും പരിശുദ്ധ സഭ നമുക്കായി ഒരുക്കിയിരിക്കുകയാണ് ഈ ഹോളി വീൻ. ഈ കുഞ്ഞുങ്ങളെപ്പോലെ ലോകത്തിന് പല ദിക്കുകളിലും പല രാജ്യങ്ങളിലും അനേകം കുഞ്ഞുങ്ങൾ വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞ് വിശുദ്ധരായി അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന
ഒരുപാട് കാഴ്ചകൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റു മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ കർത്താവിന് നന്ദി പറയാം. വെളിപാട് പുസ്തകം 19:16 പറയുന്നു, അവന്റെ മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ടൊരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. King of kings and Lord of lords. ആ രാജാതി രാജാവായ കർത്താവിനെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ, നമുക്ക് ഒരുമിച്ച് ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളോട് ചേർന്ന് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. Thank you Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ, നിത്യതയുടെ വെളിച്ചത്തിലേ ഈ തലമുറയെ നയിക്കണമേ. നിത്യജീവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ തലമുറയ്ക്ക് നിത്യതയുടെ ദർശനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല വിശുദ്ധരോട് ചേർന്ന്, സകല മലാഖമാരോട് ചേർന്ന്, കർത്താവിന്റെ രക്തസാക്ഷികളോടും അപ്പോസ്തലഗണത്തോടും പരിശുദ്ധ മാതാവിന്റെ പിതാവിന്റെയും പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ, ആമേൻ. കർത്താവേ, ജീസസ്. ഹല്ലേലൂയ. മക്കളെ, എല്ലാവരും പാടി ആരാധിക്കാം. ആമേൻ. അക്കര നാട്ടിലെ നിത്യഭവനം എത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമോ എത്രയോ ആനന്ദമേ. അക്കരെ നാട്ടിലെ നിത്യഭവനം അതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം അതെത്രയോ ആനന്ദമേ. കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ല. എവിടെ? സ്വർഗത്തിൽ. കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ആരാധന. മക്കളെ, ഹല്ലേലൂയ, ആരാധന. 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 ഇരു കരങ്ങൾ ഉയർത്തി നമ്മുടെ രാജാവും കർത്താവുമായ ഈശോയെ നന്ദിയോടെ സ്തുതിക്കാം. ജീവന്റെ പ്രത്യാശയിൽ ഓരോ കുഞ്ഞും വളരുവാൻ കൃപ ചെയ്യണം. ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുമക്കളെ പരിശുദ്ധ വചനത്താൽ മുദ്ര ചെയ്യണം. ജീവന്റെ പ്രഘോഷകരായി മാറട്ടെ. എല്ലാ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണം. ലോകം മുഴുവനെ അഭിഷേകം ചെയ്യണം. അല്പം കരമടിച്ച് ആമേൻ. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നോട് നന്മകൾക്കാ, വാക്കുകൾ പോരാ നാഥ, ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. നന്ദി പറഞ്ഞേ. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നോട് നന്മകൾക്കായി, വാക്കുകൾ പോരാ നാഥ, ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി, നന്ദി ഈശോയെ നന്ദി, എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി, നന്ദി ഈശോയെ നന്ദി, എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി, നന്ദി ഈശോയെ നന്ദി, എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി, നന്ദി ഈശോയെ നന്ദി. ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നോട് നന്മകൾക്കാ, വാക്കുകൾ പോരാ നാഥ,
ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നോട് നന്മകൾ വാക്കുകൾ ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ഈശോയെ നന്ദി. 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 ഈശോയെ നന്ദി 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 ഈശോയെ നന്ദി. നന്ദി നന്ദി ഈശോയെ നന്ദി. നന്ദി നന്ദി ഈശോയെ നന്ദി. നന്ദി നന്ദി ഈശോയെ നന്ദി. ഇരുകരമുയർത്തി ഒറ്റ വിളി യേശുവേ. എല്ലാ കുഞ്ഞുങ്ങളോ ചേർത്ത് ഒന്നിച്ചങ്ങേ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വൈദികർക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ സമർപ്പിതർക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പരിശുദ്ധ വചനത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നു. പൈശാചിക കെട്ടുകൾ പൊട്ടുന്നു. കുടുംബങ്ങളിൽ, യുവജനങ്ങളിൽ പൈശാചിക സ്ഥാനം നിർവീര്യമാകുന്നു. ഹല്ലേലൂയ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ വിശുദ്ധിയിലും വിശ്വാസത്തിലും ദൈവകൃപയിലും സകല കുഞ്ഞുങ്ങളും വളരുവാൻ കർത്താവേ കർത്താവേ ഷക്കേനയിലെ ഈ കുഞ്ഞുങ്ങളോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സഭയിലും ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളെ അവിടുത്തെ കൃപയുടെ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് മുദ്ര വെക്കണമേ. ഈ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിലും വിശ്വാസത്തിലും പരിശുദ്ധ വചനത്തിലും കർത്താവിനും സഭയ്ക്കുമായി വളരുവാൻ പരിശുദ്ധാത്മാവേ ഈ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് മുദ്ര ചെയ്യണമേ. പരിശുദ്ധ അമ്മ മാതാവേ, സഭയുടെ അമ്മേ, ദൈവവചനത്തിന്റെ നാഥേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. ശൗസപിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ പ്രാർത്ഥിക്കണമേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലുള്ള സകല കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയപ്പെടുവാനായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു തീപ്പൊരി കൈയടി മക്കൾക്ക് കൊടുക്കാം. നല്ലൊരു ഇത് ഷൂട്ട് ചെയ്യുന്ന ഒത്തിരി ഇതിന് പുറകിൽ പ്രവർത്തിച്ചവരുണ്ട്. അവരെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടെ നമുക്ക് ഒരു 3 ഹല്ലേലൂയ പുറത്തെ കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഒപ്പം സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ എല്ലാ നന്മകളും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി സന്തോഷത്തോടെ ടീം ഷക്കേന ആശംസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. Viva Restore! എനിക്ക് പ്രതിഫലമൊന്നും ലഭിച്ചിട്ടില്ലെന്ന്. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അല്ല ഒന്നും നീ പറയാമോ? കിട്ടില്ല.